وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ وَبَشِّرِ الصَّابِرِينَ الَّذِينَ إِذَا أَصَابَتْهُم مُّصِيبَةٌ قَالُوا إِنَّا لِلَّهِ وَإِنَّا إِلَيْهِ رَاجِعُونَ أولئك عليهم صلوات من ربهم ورحمة وأولئك هم المفلحون. അല്ലാഹു എന്തിനാണ് നമ്മെ സൃഷ്ടിച്ചത് എന്ന് ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. നല്ല ശ്രദ്ധിക്കണേ, മൊബൈലിൽ കളിക്കാനല്ല. അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചത് എന്തിനാ? ഇന്നാ ഖലഖനൽ ഇൻസാന മിൻ നുത്ഫത്തിൻ അംശാജിൻ നബ്തലി ഫജഅൽനാഹു സമീഅൻ ബസീറാ ഇന്നാ ഖലഖനൽ ഇൻസാൻ നിശ്ചയമായും മനുഷ്യനെ നമ്മൾ സൃഷ്ടിച്ചിരിക്കുകയാണ്. മിൻ നുത്ഫത്തിൻ അംശാജിൻ സ്ത്രീയുടെ അണ്ടവും പുരുഷന്റെ ബീജലവും ചേർന്ന സംഘടനത്തിൽ നിന്ന് നബ്തലി അവനെ പരീക്ഷിക്കുവാൻ വേണ്ടിയാണ് നമ്മൾ സൃഷ്ടിച്ചത്. മനുഷ്യനെ ഞാൻ സൃഷ്ടിച്ചിരിക്കുന്നത് അവനെ പരീക്ഷിക്കുവാനാണ് എന്ന് ഖുർആൻ സൃഷ്ടാവായ അല്ലാഹു ഓർമ്മപ്പെടുത്തുകയാണ്. ഫ്രിഡ്ജ് എന്തിനാ വീട്ടിൽ വാങ്ങണേ മോനോ? ഫ്രിഡ്ജ് എന്തിനാ നിങ്ങൾക്കറിയോ? വീട്ടിൽ ഫ്രിഡ്ജ് ഉണ്ടോ? എന്തിനാ? ഓ അറിയില്ല. വീട്ടിൽ എന്തിനാ ഫ്രിഡ്ജ് വാങ്ങണേ? സാധനങ്ങൾ കേടുവരാതെ സൂക്ഷിക്കാൻ ഫ്രിഡ്ജിന്റെ ഉപകാരം അതാണ്. മൊബൈൽ എന്തിനാ വാങ്ങണേ? പ്രധാനമായും മറ്റുള്ളവരുമായി ആശയവിനിമയം നടത്താൻ. ഓരോ വസ്തുവിനും സൃഷ്ടിപ്പിനൊരു ലക്ഷ്യമില്ല. ഈ വാച്ച് എന്തിനാ ഉണ്ടാക്കിയത്? സമയം അറിയാൻ. ഓരോന്നിനും അങ്ങനെയുണ്ട്. മനുഷ്യൻ എന്തിനാ അല്ലാഹു ഉണ്ടാക്കിയത്? അതിന് മാത്രം ഉത്തരമില്ല. إنا خلقنا الإنسان من نطفة أمشاج نبتلي മനുഷ്യനെ പരീക്ഷിക്കുവാനാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത്. ഫജഅൽനാഹു സമീഅൻ ബസീറാ അതുകൊണ്ട് തന്നെ അവന് നമ്മൾ കാണാനും കേൾക്കാനുമുള്ള കഴിവ് നമ്മൾ കൊടുത്തിരിക്കുകയാണ്. മനുഷ്യനെ നമ്മൾ പരീക്ഷിക്കുവാനാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന് ഖുർആൻ. ഈ പരീക്ഷണം ഏതെല്ലാം മേഖലയിലാണ് വരിക? ശ്രദ്ധിക്കണേ, അല്ലാഹു തന്നെ പറഞ്ഞു തരികയാണ്. വലനബ്ലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് ولنبلونكم بشيء من الخوف والجوع ونقص من الأموال والأنفس والثمرات وبشر الصابرين الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المفلحون. വലനബുലുവന്നകും അല്ലോ ശ്രദ്ധിക്കണം. ഈ ആയത്തിന്റെ അർത്ഥത്തിലേക്ക് ഖുർആനാ ഞാൻ പറയുന്നത്, എന്റെ അഭിപ്രായം പറയുകയില്ല. സൃഷ്ടാവാരാണോ അവൻ തന്നെയാ എന്താണ് സൃഷ്ടിപ്പിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്. എവിടെയെല്ലാം മനുഷ്യനെ നമ്മൾ പരീക്ഷിക്കുമെന്നാണ് അല്ലാഹു പറഞ്ഞിരിക്കുന്നത്. വലനബുലുവന്നകും തീർച്ചയായും നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശൈഇൻ മിനൽ ഖൗഫ് ഭയം തന്നിട്ട് നിങ്ങളെ നാം പരീക്ഷിക്കോ. ഭയം തന്നുകൊണ്ട് നിങ്ങളെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്യും. മിനൽ ഖൗഫി വൽ ജൂ വിശപ്പ് തന്നിട്ടും നിങ്ങളെ നാം പരീക്ഷിക്കുന്നതാണ്. മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാൽ സ്വത്ത് കുറച്ചുകൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കുന്നതാണ്. വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസ് മനുഷ്യ ശരീരങ്ങളെ കുറച്ചുകൊണ്ടും നിങ്ങളെ നാം പരീക്ഷിക്കുന്നതാണ്. വത്തമറാത്ത് അതേപോലെ
ഫലങ്ങളെ കുറച്ചുകൊണ്ട് അല്ലാഹു പറയാണ് നിങ്ങളെ ഞാൻ പരീക്ഷിക്കുന്നതാണ്. വബശ്ശിരിസ് സ്വാബിരീൻ. ഹബീബായ നബിയേ, പരീക്ഷണം വരുമ്പോൾ ആരാണോ ക്ഷമിക്കുന്നത് അവർക്ക് സന്തോഷമുണ്ട് എന്ന് അറിയിക്കണം യാ റസൂലല്ലാഹ്. ആരാ? അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ, പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് ഇങ്ങനെ പറയുന്ന ആളുകൾ ഞങ്ങൾ തന്നെ അല്ലാഹുവിനുള്ളതാ, അല്ലാഹുവിലേക്ക് മടക്കപ്പെടുന്നവരാണല്ലോ ഞങ്ങൾ. ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ. ഹബീബായ നബി അവരോട് പറഞ്ഞേക്കണേ, അവർക്കാണ് അല്ലാഹുവിൽ നിന്നുള്ള സമാധാനവും കരുണയും അവർക്കാണ് ഉണ്ടാവുക എന്ന്. ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം വറഹ്മ വഉലൈക ഹുമുൽ മുഫ്ലിഹൂൻ. അവർക്കാണ് വിജയമുള്ളത് എന്ന് പറഞ്ഞേക്കണേ നബിയെ എന്ന് പരിശുദ്ധ ഖുർആൻ. ഇനി ശ്രദ്ധിക്കണം, എവിടെയെല്ലാമാണ് അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ വരും എന്ന് അല്ലാഹു പറഞ്ഞത്. ഭയം കൊണ്ട് അല്ലാഹു നമ്മെ പരീക്ഷിക്കാം എന്ന് ഖുർആൻ. ചില ആളുകൾ അല്ലാഹു പരീക്ഷിക്കുന്നത് ഭയം കൊണ്ടാകോ? ഇന്നലെ ഞാൻ ഒരു സ്ഥലത്ത് ഇന്നലെ ഞാൻ ഒരു സ്ഥലത്ത് പോയപ്പോഴാണ് ഒരാൾ എന്നോട് പറഞ്ഞത്, ഉസ്താദേ, വാപ്പ ദിവസങ്ങളായി ഉറങ്ങുന്നില്ല, വാപ്പ ദിവസങ്ങളായി ഉറങ്ങുന്നില്ല. ഞാൻ ചോദിച്ചു എന്താ? എന്നോട് പറയാണ് വല്ലാതെ പേടിയാകുന്നു എന്ന്. ഇന്നലെ ഞാൻ കാസർഗോഡ് പോയപ്പോ ഒരു സഹോദരൻ അതിന്റെ തൊട്ടടുത്ത മുമ്പ് ആഴ്ച അയാളെ ഇന്നലെ ഞാൻ കണ്ടു. അയാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ, ഉറക്കം വരുന്നില്ല, വല്ല മരുന്നുമുണ്ടോ വല്ല മന്ത്രവും ഉണ്ടോ എന്ന്. ഞാൻ ചോദിച്ചു എന്തേ ഉറക്ക് വരാത്തത്? എന്നോട് പറഞ്ഞു പേടിയാകുന്നു എന്ന്. പേടിയാകുന്നു, ഉറങ്ങാൻ കഴിയുന്നില്ല. ഞാൻ ചോദിച്ചു എന്താ പേടിയുടെ കാരണം? എന്നോട് പറഞ്ഞു എന്താണെന്നൊന്നും മനസ്സിലാകുന്നില്ല, മനസ്സിനൊരു ബേജാറ് തോന്നുന്നു എന്ന്. വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഓർക്കുകയാണ്, ദുബായിൽ ഉള്ള ഒരാളെ കുറിച്ച് അയാളുടെ സുഹൃത്തിനോട് പറഞ്ഞത്. വലിയ മുതലാളിയാ, പണക്കാരനാ, പക്ഷെ അയാൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. അയാൾ ഇഞ്ചക്ഷൻ ചെയ്താണത്രേ ഉറങ്ങാറുള്ളത്. ഭയം തന്നെ നിങ്ങളെ നാം പരീക്ഷിക്കാമെന്ന് അല്ലാഹു. നമ്മുടെ കൂട്ടത്തിലും ചിലപ്പോ ഉണ്ടാവാൻ സാധ്യതയുണ്ടല്ലോ. നമ്മൾ പറയാറുണ്ട് അവർക്ക് മാനസിക രോഗമാണ് എന്ന്. മാനസികമാണെന്ന് പറയാറുണ്ട്. എന്താ മാനസികത്തിന്റെ തുടക്കം എന്താണെന്നറിയുമോ? ഭയമാ. ആ ഭയമാണ് മാനസികമായി മാറാറുള്ളത്. ഉമ്മാ, പെങ്ങളെ, എന്റെ പ്രിയമുള്ള സഹോദര, നിങ്ങളുടെ കുടുംബത്തിലോ വീട്ടിലോ ഭയപ്പാട് കൊണ്ട് ബുദ്ധിമുട്ടുന്നവരുണ്ടോ? മാനസിക രോഗികളുണ്ടോ? അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണമാണ് എന്ന്. ഭയം കൊണ്ട് അള്ളാഹു പരീക്ഷിക്കാമെന്ന് അള്ളാഹു തന്നെയാ പറഞ്ഞത്. ഈ വിഷയത്തിൽ അള്ളാഹു ഏറ്റവും കഠിനമായി പരീക്ഷിച്ചതാരെയാ? ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ, ഏത് പരീക്ഷണത്തിന്റെയും കാഠിന്യം സഹിക്കുന്ന ആളുകളാരാ? ഇന്ന അശദ്ദന്നാസി ബലാ, ജനങ്ങളിൽ കഠിനമായ പരീക്ഷണം നേരിടുന്നത് അൽ-അംബിയാ, അല്ലാഹുവിന്റെ പ്രവാചകന്മാരാണെന്ന് നബിയുനാ റസൂലുള്ളാഹി. കേൾക്കണം, അല്ലാഹു കൂടെ ഉണ്ട് എന്നാണല്ലോ നമ്മുടെ വിഷയം. പരീക്ഷണങ്ങൾ വരുമ്പോൾ തളരാൻ പാടില്ല, പേടിച്ചു പോകാൻ പാടില്ല, സ്വയം പഴിക്കാൻ പാടില്ല. മനസ്സിലാക്കണേ, അല്ലാഹുവിന്റെ ഹബീബ് പറയാണ്, അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ കഠിനമായി നേരിടുന്നവരാരാ? കഠിനമായ പരീക്ഷണങ്ങൾ നേരിടേണ്ടി വന്നവരാരാ? അൽ-അംബിയാ, അല്ലാഹുവിന്റെ പ്രവാചകന്മാരാണ്. പിന്നീട് പ്രവാചകന്മാരോട് അടുത്തവരാണ് പരീക്ഷണത്തിൽ കാഠിന്യം നേരിടേണ്ടി വന്നത് എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു പറഞ്ഞല്ലോ, ഭയം നൽകി ഞാൻ നിങ്ങളെ പരീക്ഷിക്കാമെന്ന്. ആ പരീക്ഷണത്തിൽ കഠിനമായ പരീക്ഷണം നേരിട്ടതാരാ? ഹബീബായ നബിയുനാ റസൂലുള്ളാഹി
സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ. ആലോചിച്ച് നോക്ക്, ഏതെല്ലാം രംഗം അല്ലാഹുവിന്റെ ഹബീബിന്റെ ജീവിതത്തിൽ കഴിഞ്ഞു പോയിട്ടുണ്ട്. അതിലേറ്റവും പ്രയാസകരമായ രംഗമേതാ? അല്ലാഹുവിന്റെ ഹബീബിന്റെ 53ാമത്തെ വയസ്സിലാണ് അബൂജഹലിന്റെ നേതൃത്വത്തിലുള്ള ശത്രു സൈന്യം വന്ന്, ശത്രുക്കൾ വന്ന് അല്ലാഹുവിന്റെ ഹബീബിന്റെ വീട് വളഞ്ഞിരിക്കുകയാണ്. അർദ്ധരാത്രിയിലാ കൊല്ലാറുള്ള ആയുധങ്ങളുമായി വന്നിരിക്കുകയാണ്. അവർ പാത്തു കിടക്കുകയാ. എപ്പോഴാണോ അവസരം കിട്ടുന്നത് വീട്ടിന്റെ അകത്തേക്ക് ഇടിച്ചു കയറിയിട്ട് അല്ലാഹുവിന്റെ ഹബീബിന്റെ കഴുത്തറുക്കാൻ, അല്ലെങ്കിൽ അല്ലാഹുവിന്റെ ഹബീബ് വെളിയിലേക്ക് വരുമ്പോ, കതക തുറന്ന് പുറത്തേക്ക് വരുമ്പോ അല്ലാഹുവിന്റെ റസൂലിനെ കൊന്നുകളയാ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടിന്റെ ചുറ്റുഭാഗത്തും കാവൽ നിൽക്കുകയാണ് അവർ. അപ്പോഴല്ലേ നസലൽ അമീൻ മലക്ക് ജിബ്രീൽ അലൈഹിസ്സലാം ഇറങ്ങി വരുന്നത്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പറഞ്ഞല്ലോ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അങ്ങയെ കൊല്ലാനായി ശത്രുക്കൾ വന്നിട്ടുണ്ട് നബിയേ. വീട് വളഞ്ഞിരിക്കുന്നു യാ റസൂലല്ലാഹ്. കിടക്കുന്ന കിടപ്പിൽ നിന്ന് എഴുന്നേൽക്കണം നബിയേ. വീട്ടിൽ നിന്ന് രക്ഷപ്പെടണം യാ റസൂലല്ലാഹ്. ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞല്ലോ, യാ റസൂലല്ലാഹ്, വീട്ടിന്റെ അകത്ത് നിന്നൊരു പിടി മണ്ണ് വാരൂ നബിയേ. സൂറത്ത് യാസീനിലെ വജഅൽനാ മിൻ ബൈനി ഐദീഹിം സദ്ദാ വമിൻ ഖൽഫിഹിം സദ്ദാ ഫഅഗ്ശൈനാഹും ഫഹും ലാ യുബ്സിറൂൻ എന്ന ആയത്ത് ഓതിയിട്ട് മന്ത്രിക്കാൻ പറഞ്ഞു മഹാനായ നബിയുനാ റസൂലുള്ളാഹി. നല്ലപോലെ സ്വലാത്ത് ചൊല്ലൂ, ദുആ ചെയ്യണം നമുക്ക്. അവസാനം ഹബീബായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്റെ വീട്ടിന്റെ അകത്ത് നിന്നൊരു പിടി മണ്ണ് വാരി സൂറത്തു യാസീനിലെ ഈ ആയത്ത് ഓതി മന്ത്രിക്കുകയാണ്. കതക തുറക്കുകയാണ്, ശത്രുക്കളുടെ മുഖത്തേക്ക് എറിയുകയാണ്. അല്ലാഹുവിന്റെ ഹബീബ് എറിഞ്ഞപ്പോ എല്ലാവരുടെ കണ്ണിലും മണ്ണായി. അവരാ കണ്ണ് തുടച്ച് വൃത്തിയാക്കുന്നതിടയിലല്ലേ അല്ലാഹുവിന്റെ ഹബീബ് അവർക്കിടയിലൂടെ നടന്നുപോയത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു പോകുന്ന രംഗമൊന്ന് പരിശോധിച്ചു നോക്കണേ നിങ്ങൾ. അർദ്ധരാത്രിയിലാ ശത്രുക്കൾക്കിടയിലാണ്. അല്ലാഹുവിന്റെ ഹബീബ് ഇറങ്ങിപ്പോയിട്ട് റസൂലുള്ളാഹിക്ക് വല്ല സമാധാനവും ഉണ്ടോ? ഇല്ല. തന്റെ പൈതങ്ങളായ മക്കളുണ്ടല്ലോ, തന്റെ പന്നുമക്കളുണ്ടല്ലോ, വീട്ടിനകത്ത് ആരാണത്? ഉമ്മു കുൽഥുമ ഫാത്തിമ ബീവിയ റളിയല്ലാഹു അൻഹാ. പൊന്നുമക്കളുടെ ഉമ്മ നേരത്തെ മരിച്ചുപോയതാണ്. മക്കളുടെ മാതാവിനെ അല്ലാഹു തിരിച്ചു വിളിച്ചതാ. പൊന്നുമക്കൾ മാത്രമാ വീട്ടിനകത്തുള്ളത്. തന്റെ പ്രിയപ്പെട്ട പൊന്നുമക്കളെ വീട്ടിനകത്താക്കിയിട്ടാ അല്ലാഹുവിന്റെ ഹബീബ് വീട്ടിൽ നിന്നിറങ്ങുന്നത്. അല്ലാഹു പറഞ്ഞല്ല, ഹബീബായ നബിയേ, അവരവിടെ കിടന്നോട്ടെ യാ റസൂലല്ലാഹ്, അവരെ ഞാൻ ഏറ്റെടുത്തു യാ റസൂലല്ലാഹ്, അങ്ങിറങ്ങണേ നബിയേ എന്ന്. പൊന്നുമക്കളെ വീട്ടിൽ വിട്ട അല്ലാഹുവിന്റെ ഹബീബ് പോകുന്നത് മഹാനായ സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീടിന്റെ വാതിലിന് വന്ന് മുട്ടുകയാ. വാതിൽ തുറക്കപ്പെട്ടല്ലോ. പറഞ്ഞല്ലോ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട്, മഹാനവർകളെ കൊല്ലാനായി ശത്രുക്കൾ വീട് വളഞ്ഞതാ, അല്ലാഹു രക്ഷപ്പെടാൻ പറഞ്ഞതാണ് എന്നോട്, മദീനയിലേക്ക് പലായനം ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങന്റെ കൂടെ വരണേ എന്ന് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അർദ്ധരാത്രിയാ പുണ്യനബി അത് പറയുന്നത്. മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അർദ്ധരാത്രിയിലാണ് തന്റെ ഭാര്യയും മക്കളെയും വീട്ടിലാക്കിയിട്ട് എന്റെ കയ്യിലുണ്ടായിരുന്ന പണമെല്ലാം എടുത്ത് അല്ലാഹുവിന്റെ ഹബീബിന്റെ കൂടെ പുറപ്പെടുകയാ. ഏതാനും വസ്ത്രങ്ങളും ഭക്ഷണവും കൂടെ എടുത്തിട്ടുണ്ട്. രണ്ടുപേരും നേരെ മദീനയിലേക്ക് പോവുകയല്ല ചെയ്തത്, അവർ അവിടെ ഒളിച്ചിരിക്കുകയാണ്. ഇന്നുമുണ്ടല്ലോ പർവ്വതം മക്കയിൽ ജബലു സൗർ എന്നാണല്ലോ പർവ്വതത്തിന്റെ പേര്. സൗർ ഗുഹയുള്ള മലയാണല്ലോ അത്. ആ മലയുടെ ഏറ്റവും മുകളിലാണല്ലോ ആ ഗുഹയുള്ളത്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഗുഹക്കകത്ത് ഒളിച്ചിരിക്കുമ്പോഴല്ലേ പിറ്റേ
പിറ്റേ ദിവസം രാവിലെ ശത്രുക്കൾ റസൂലുള്ളാഹിന്റെ വീട് തുറന്ന് അലി റളിയല്ലാഹു അൻഹു പുറത്തു വന്നപ്പോ ശത്രുക്കൾക്ക് മനസ്സിലായി മുഹമ്മദ് രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന്. ശത്രുക്കൾക്ക് ആകെ അമ്പരന്ന് പോയവർ അവരതാ മക്ക അരിച്ചു പെറുക്കുകയാണ്. അവർ ജബൽ തൗറിന്റെ മുകളിലും എത്തിയില്ല. മദീനയിലേക്കുള്ള വഴികൾ അവരെ പരിശോധിക്കാൻ തുടങ്ങിയില്ല. എന്തിനാ? റസൂലുള്ളാഹിനെ പിടികൂടാനാ. അവർക്ക് കാണാൻ പറ്റിയില്ല. അവർക്ക് മനസ്സിലായി മദീനയിലേക്ക് മുഹമ്മദ് രക്ഷപ്പെട്ടിട്ടില്ല, എവിടെയോ ഒളിച്ചിരിക്കുന്നുണ്ടാകുമെന്ന്. അവർ മക്കയാകെ അരിച്ചു പെറുക്കാൻ തുടങ്ങിയല്ലോ. ജബൽ തൗറിന്റെ മുകളിലും അവർ എത്തിയല്ലോ. അവരെങ്ങനെ തെരയുകയാണ്. എല്ലാ തരത്തും തെരയുമ്പോഴാണ് അവർ ജബൽ തൗറിന്റെ മുകളിലുള്ള തൗർ ഗുഹയുടെ അടുത്തെത്തിയത്. മഹാനായ റളിയല്ലാഹു അൻഹു ഗുഹയിൽ നിന്ന് ശത്രുക്കളുടെ കാലുകൾ കാണുന്നുണ്ട്. അവർ റസൂലുള്ളാഹിനെ തെരഞ്ഞു അല്ലാഹുവിന്റെ ഹബീബിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. ശത്രുക്കളുടെ കാലുകൾ കാണുന്നുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹിനോട് പറഞ്ഞല്ല, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, അവരാരെങ്കിലും അവരുടെ കാലിന്റെ താഴ്ഭാഗത്തേക്ക് നോക്കിയാൽ നമ്മെ കാണുമല്ലോ നബിയെ എന്ന് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബൈവിക്കുലനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞ മറുപടി എന്താ? സിദ്ദീഖേ, ലാ തഹസൻ, ഭയപ്പെടേണ്ടതില്ല. ഇന്നല്ലാഹ മഅല്ലാഹി ലാ തഹസൻ മാ വന്നുക ബിഥനൈൻ വല്ലാഹു സാലിസുഹുമാ. സിദ്ദീഖേ, ഈ ഗുഹക്കകത്ത് നമ്മൾ രണ്ടുപേരും മാത്രമല്ല ഉള്ളത്, നമ്മുടെ കൂടെ മൂന്നാമനായ അല്ലാഹു ഉണ്ട് സിദ്ദീഖേ. അതുകൊണ്ട് നമ്മുടെ രോമത്തിന് പോലും പോർപ്പിക്കാൻ അവർക്ക് കഴിയില്ല സിദ്ദീഖേ. അല്ലാഹുവിന്റെ ഹബീബ് സമാധാനിപ്പിക്കുകയാണ്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സിദ്ദീഖ് റളിയല്ലാഹു അൻഹും ഗുഹക്കകത്താണ്. ശത്രുക്കൾ ആ ഗുഹയുടെ പരിസരത്തൊക്കെ വന്നു. ആരോ ഒരാൾ ചോദിച്ചു, ഈ ഗുഹയിൽ മുഹമ്മദ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? സത്യത്തിൽ അവർക്കൊന്നും ഇങ്ങനെ നോക്കിയാൽ മതിയെന്നു. പക്ഷെ നോക്കാൻ അല്ലാഹു തോന്നിപ്പിച്ചില്ല. അതിന്റെ പരിസരത്തുള്ള എല്ലാ ഗുഹയും അവർ അരിച്ചു പെറുക്കിയിട്ടുണ്ട്. ഈ ഗുഹയുടെ അടുത്തെത്തിയപ്പോ അവരുടെ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, ഇതിൽ മുഹമ്മദ് ഉണ്ടാവാൻ സാധ്യതയുണ്ടോ? അടുത്തുള്ള ആള് പറഞ്ഞു, അതിൽ മുഹമ്മദ് എങ്ങനെ ഉണ്ടാവാനാ? ആ ഗുഹയുടെ മുഖത്ത് ചിലന്തി വലയുണ്ടല്ലോ, അതേപോലെ കാടൻ പ്രാവുകൾ വന്ന് മുട്ടയിട്ടിട്ടുണ്ടല്ലോ. ആളതിന്റെ അകത്തുണ്ടെങ്കിൽ പ്രാവുണ്ടാവില്ലല്ലോ, ചിലന്തി ഉണ്ടാവില്ലല്ലോ. സത്യത്തിൽ അവർക്കൊന്നിങ്ങനെ കുനിഞ്ഞു നോക്കിയാൽ മതിയായി. പക്ഷേ അല്ലാഹു നോക്കാൻ തോന്നിപ്പിച്ചില്ല. അല്ലാഹു ആരുടെ കൂടെ ഉണ്ടായാലും അവന്റെ രോമത്തിന് പോറൽപ്പിക്കാൻ ലോകം മുഴുവൻ ഒന്നിച്ചാലും കഴിയില്ല എന്റെ സഹോദരങ്ങളെ. അതാ നമ്മൾ ഈ സംഭവത്തിൽ നിന്ന് പഠിക്കേണ്ടത്. ഭയപ്പെടണ്ട, അല്ലാഹു നമ്മെ കൂടെയുണ്ട് എന്ന് സയ്യിദുനാ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അതിന് അല്ലാഹുവിനെ കൂടെ നിർത്തണം. അല്ലാഹു കൂടെ ഉണ്ടാകാൻ എന്താണ് ചെയ്യേണ്ടത് എന്ന് സമയം ലഭിച്ചാൽ ഈ വിഷയത്തിന്റെ അവസാനം ഞാൻ പറയുന്നുണ്ട്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. അല്ലാഹുവേ, ഞങ്ങളുടെ സദസ്സിനെ നീ ഖബൂൽ ചെയ്യണേ അല്ലാഹ്. അല്ലാഹു പരീക്ഷിക്കോ. അല്ലാഹു പരീക്ഷിക്കുന്നതിന്റെ കാഠിന്യം ഏറ്റവും കൂടുതൽ അനുഭവിച്ചത് പ്രവാചകന്മാരാ. മഹാനായ നബിയുനാ റസൂലുള്ളാഹി. ശത്രുക്കൾ തൊട്ടടുത്ത് നിൽക്കുമ്പോ തൊട്ടടുത്ത അല്ലാഹുവിന്റെ ഹബീബുള്ളത്. ആ ഭയപ്പെടുന്ന അവസ്ഥയുടെ സാഹചര്യം ഒന്ന് ചിന്തിച്ചു നോക്കണേ നിങ്ങൾ. ആ സമയത്തും പറഞ്ഞതെന്താ? ഭയപ്പെടേണ്ട, അല്ലാഹു നമ്മുടെ കൂടെയുണ്ട് എന്നാണ്. ആ കഠിനമായ പരീക്ഷണത്തിലും അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതാ. നമ്മൾ പല ആളുകളും പറഞ്ഞു പോകാറുണ്ട്, മൂത്ത പുതിയാപ്പളക്ക് ക്യാൻസറാണ്, രണ്ടാമത്തെ മകന് മാനസികമാണ്, മൂന്നാമത്തെ മകളാണെങ്കിലോ ആക്സിഡന്റായി കാല് പൊട്ടി കിടക്കുകയാ. പറയാറുണ്ട്, എന്റെ അല്ല എന്താ എന്നെ കാണാത്തത്? എന്റെ റബ്ബെന്തിനാ ഇങ്ങനെ എന്നെ പരീക്ഷിക്കുന്നത്? ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ലോ എന്നല്ലോ എന്ന് വിലപിക്കുന്ന ഉമ്മ. നിങ്ങൾക്ക് കഠിനമായ പരീക്ഷണങ്ങളുണ്ടോ? എന്നാൽ അതിന്റെ അർത്ഥം നിങ്ങൾ അല്ലാഹുവിന് ഇഷ്ടപ്പെട്ട ആളുകളാണ് എന്നാണ്. നിങ്ങൾക്ക് പരീക്ഷണങ്ങളില്ലേ? സുഖസമ്പൂർണമാണോ നിങ്ങളുടെ ജീവിതം? നിങ്ങൾ ഭയപ്പെടണമെന്ന്. നിങ്ങൾക്ക് അല്ലാഹുവിന്റെ കരുണയുടെ നോട്ടം നിങ്ങൾക്ക് നേരെയില്ല എന്നാണ് ഹദീസുകൾ പഠിപ്പിക്കുന്നത്. ഏത് പരീക്ഷണങ്ങൾ വന്നാലും ചിത്തതയോടെ നേരിടാനുള്ള തൗഫീഖ് നൽകണേ റബ്ബേ. അപ്പൊ അല്ലാഹു പറഞ്ഞ
ഒരു പരീക്ഷണം ഭയമാണ്. മുസ്ലിം ഉമ്മത്ത് ആ ഒരു പരീക്ഷണം നേരിട്ട് കൊണ്ടിരിക്കുന്ന സമയം അല്ലേ? ലോകത്തെല്ലായിടത്തും അങ്ങനെ ഒരു പേടിയാണ്. ഇന്ത്യ രാജ്യത്തും അങ്ങനെയാണല്ലോ. വല്ല സുഖവും സ്വസ്ഥതയുണ്ടോ എന്ന് ആലോചിക്കുക നിങ്ങൾ. വല്ല സുഖവും സ്വസ്ഥത, കുറെ പൈസ കയ്യിൽ നിന്നല്ലാതെ എന്ത് സുഖ സ്വസ്ഥത? ഒരു സ്വസ്ഥതയില്ല. എന്താ? ഒരു പേടി, ഒരു ഭയം. ഒരു ഭയം. ഇലക്ഷൻ എന്താകുമെന്ന പേടി, ഇനി ആര് ഭരണത്തിൽ വരുമെന്ന പേടി, ഇനി നിയമങ്ങൾ എന്തൊക്കെയാകുമെന്ന പേടി, ഒരു പേടി, ഒരു സുഖല്ല, ഒരു ഭയം. അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണം. ആ പരീക്ഷണത്തിന്റെ കാരണങ്ങൾ എന്തുള്ളത് വേറെ ചർച്ച ചെയ്യണ്ട. അതിന്റെ വിഷയത്തിൽ പെടാത്തോണ്ട് ഞാൻ അങ്ങോട്ട് കിടക്കുന്നില്ല. അത് ചർച്ച ചെയ്യേണ്ടതാണ്. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോഴാണ് ഭയം നൽകിയിട്ട് പരീക്ഷിക്കുക എന്ന് കൃത്യമായി അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞു തന്നിട്ടുണ്ട്. ഭയപ്പെടുത്തിയിട്ട് അല്ലാഹു പരീക്ഷിക്കുന്നത് എപ്പോഴാണ് എന്ന് കൃത്യമായി അല്ലാഹു പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ അങ്ങോട്ട് കടക്കുന്നില്ല. അതിൽ ഒന്ന് റസൂൽ പറഞ്ഞു, എന്താ? സല്ലല്ലാഹു അലൈഹി വസല്ലം പലിശയുടെ പണം ആളുകൾ ഉപയോഗിക്കാൻ തുടങ്ങിയാൽ അസ്വാബഹുൽ ജനാൻ, വ്യത്യസ്തമായ രീതിയിലുള്ള മാനസിക രോഗങ്ങൾ ആ ജനതയെ പിടികൂടുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. ചെയിൻ ബിസിനസ്. എന്നോട് ഈയിടെ ഒരാൾ പറഞ്ഞു, അതിൽ ചില ഉസ്താക്കന്മാരൊക്കെ ഉണ്ടല്ലോ, പിന്നെ ഇങ്ങനെ നിങ്ങളെ ഹറാമാന്ന് പറഞ്ഞു എന്ന് വെച്ചാൽ എന്റെ മാതിരി വേഷം തുണിയും ജുപ്പിയൊക്കെ ഇട്ട അതിന്റെ ഒക്കെ അർത്ഥം പോലെ ഉസ്താക്കന്മാരാണ്. ചെയിൻ ബിസിനസ്. അതേപോലെ ഫിക്സഡായി ലാഭം ചെയ്യുന്ന ബിസിനസ്സുകൾ. പലിശ വാങ്ങണോട് അള്ളാഹു പറഞ്ഞാന്തറിയോ? പടച്ചോനോട്, അള്ളാനോടും റസൂലുള്ളാഹിനോടും യുദ്ധം ചെയ്യാൻ തയ്യാറായിക്കോളിയൂലെന്ന കഴിച്ചിലാവൂല. ഈ സദസ്സിൽ ഏതെങ്കിലും ഉമ്മാര് സ്വർണം കൊണ്ടുപോയി പണയം വെച്ചിട്ട് പണം വാങ്ങിയ ആൾക്കാരുടെ നാളെ തന്നെ പോയിട്ട് തിരിച്ചെടുത്തോളി, അല്ലാത്ത മുഴുവൻ ആൾക്കാർ ഇവിടുന്ന് നീച്ചു പോകണം. ദുആക്ക് ഉത്തരം കിട്ടൂല. അല്ലാത്ത ഒരു കുട്ടിയും ഈ സദസ്സിലിരിക്കാൻ പാടില്ല. അല്ലാഹുവിനോടും അല്ലാഹുവിന്റെ റസൂലിനോടും യുദ്ധം ചെയ്യാൻ തയ്യാറായിക്കോളൂ. പലിശ ഇടപാട് അവസാനിപ്പിക്കാത്തവർ എന്ന് ഖുർആൻ. ആയത്താണ് വിഷയം. ആയത്താണ്. അതെന്റെ കുട്ടിനെ കെട്ടിക്കാൻ പണയം വെച്ചതാ. ആരടി പറഞ്ഞത് എന്റെ കുട്ടിനെ കെട്ടിക്കാൻ സ്വർണം പണയം വെക്കാൻ? സതേ വീടും പറമ്പും ആധാരവും പഴയെങ്കിൽ കൊണ്ടുപോയി വെച്ചത് കുട്ടിനെ കെട്ടിക്കാനാ. ആരടി പറഞ്ഞത് എന്നോട് പലിശക്ക് പണം വാങ്ങാൻ? അല്ലാഹുവിന്റെ ഭാഗത്തു നിന്ന് യുദ്ധത്തിന് തയ്യാറായിക്കോളൂ നിങ്ങളെന്ന് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്. പലിശ ഇടപാടിന്റെ ഒരു അനന്തര ഫലമാണ് മാനസിക രോഗമെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഞങ്ങളുടെ കടക്കുന്നില്ല, അതെന്റെ വിഷയമല്ല, അത് വേറെ പറയേണ്ട വിഷയമാണ്. അപ്പോ ഒന്ന് അല്ലാഹു വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ്, ഭയം നൽകിയിട്ട് നിങ്ങളെ അല്ലാഹു പരീക്ഷിക്കാമെന്ന് ഖുർആൻ. ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജാ, രണ്ടാമത്തെ പരീക്ഷണത്തിന്റെ മേഖല അല്ലാഹു പറഞ്ഞത് വൽ ജാ, വൽ ജൂ, വിശപ്പ് നൽകിയിട്ടും അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കാമെന്നാണ്. വിശപ്പ് നൽകിയിട്ട് അല്ലാഹു നിങ്ങളെ പരീക്ഷിക്കാമെന്ന്. അല്ലാഹു അലം. ആ ഒരവസ്ഥയ്ക്കാണോ പോക്ക്? അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അല്ലാഹു അലം. ആ ഒരവസ്ഥയിലേക്കാകുമോ പോവുക? അറിയില്ല. കാര്യങ്ങളുടെ ഗതി എന്താകുമെന്ന് പറയാൻ പറ്റൂല. 35 കൊല്ലം മുമ്പുണ്ടായിരുന്ന സാഹചര്യം എന്താ, അല്ലെ ഒരു 60 കൊല്ലം മുമ്പുണ്ടായിരുന്ന സാഹചര്യം, അത് തിരിച്ചു വരുമോ? അല്ലാഹു അലം. നമ്മളെ കളി കണ്ട തിരിച്ചു വരുന്ന തോന്നുന്നു. കുറെ ഭക്ഷണം ഉണ്ടാക്കും, ബാക്കിയൊക്കെ കൊണ്ടുപോയി ബിൽച്ചെറിയും. നമ്മൾ മനസ്സിലാക്കണം, ലോകത്ത് കുറെ മനുഷ്യന്മാരുണ്ട് ഒരു നേരം അന്നം തിന്നാൻ കിട്ടാതെ കഴിയുന്നവർ എന്ന് ഓർക്കുന്നത് നല്ലതാണ്. 5 ആളെ വീട്ടിലുള്ളൂ, 5 ആൾക്കുള്ള റോട്ടി ഉണ്ടാക്കിയാൽ മതി. 10 ആൾക്കുള്ള റോട്ടി ഉണ്ടാക്കിയിട്ട് എന്തിനാ കൊണ്ടുപോയി കളയണം? 2 ആളെ വീട്ടിലുള്ളൂ, 2 ആൾക്കുള്ള ഭക്ഷണം ഉണ്ടാക്കിയാൽ മതി. എന്തിനാ 5 ആൾക്കുള്ള ഉണ്ടാക്കിയിട്ട് കൊണ്ടുപോയി കൂട്ടണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് 10 ആൾക്കുള്ള ഭക്ഷണം 5 ആൾക്ക് തിന്നാൻ കഴിയുമെന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ തആമുൽ ഇത്നൈനി കാഫി തലാത, 2 ആളുടെ ഭക്ഷണം മതി 3 ആൾക്കെന്ന് നബിയുനാ മുഹമ്മദ് മുസ്തഫ. അല്ലേ, മംഗലത്തിന് ആട് ബിരിയാണി, കാട ബിരിയാണി, പോത്ത് ബിരിയാണി, ചെമ്മീൻ ബിരിയാണി, അക്കോറ ബിരിയാണി,
ആന ബിരിയാണി ഇല്ലാത്ത ആന ഹലാലല്ലാത്തോണ്ടാ അപ്പൊ ആ ആനകൾ കഴിച്ചിലായത്. എല്ലാം കൂടി ഉണ്ടാക്കി വെച്ചിട്ട് കുറെ തിന്ന്, മൃഗങ്ങൾ തിന്നണാരി കുറെ അങ്ങോട്ട് നടന്ന് കുറെ ഇങ്ങോട്ട് നടന്ന് അങ്ങനെ കൂടി തിന്ന് ബാക്കിയുള്ള കൂടി കൊണ്ടുപോയി കുഴിച്ചിട്ടു. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ വിശപ്പ് നൽകിയിട്ടും നിങ്ങളെ നാം പരീക്ഷിക്കാമെന്ന് അല്ലാഹു. ഷുഗർ വിശപ്പ് മുഖം അല്ലാഹു നൽകുന്ന ഒരു വിശപ്പ് കൊണ്ട് അല്ലാഹു പരീക്ഷിക്കുന്ന പരീക്ഷണത്തിന്റെ ഒരു കോലാണ്. ആഗ്രഹമുണ്ട്, ഭക്ഷണം തിന്നാൻ കഴിയുന്നില്ല, തിന്നരുത് എന്ന് പറഞ്ഞിട്ടുണ്ട്. തിന്നാൻ പൂതിണ്ട്, പക്ഷെ തിന്നാൻ പാടില്ല. വിശപ്പ് നൽകിയിട്ട് അല്ലാഹു പരീക്ഷിക്കാമെന്ന്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി നബിയുനാ മുഹമ്മദ് മുസ്തഫ ഈ വിഷയത്തിലും കഠിനമായി അല്ലാഹു പരീക്ഷിച്ചത് അല്ലാഹുവിന്റെ ഹബീബിനെയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. മക്കയിലുണ്ടല്ലോ ഒരു താഴ്വര, ആ താഴ്വരയുടെ പേരാ ജബൽ. ആ താഴ്വരയുടെ പേരാണ് ഷൈബ് അബി താലിബ് എന്ന്. കൂടെ ഹജ്ജിനോ ഉംറക്കോ വരുന്ന ആളുകൾ ആ താഴ്വരയിൽ നിർത്തിയിട്ട് ഇത് പറഞ്ഞു കൊടുക്കാറുണ്ട്. അത് പറയാതെ കാണിച്ചു കൊടുക്കാതെ മക്കയിൽ നിന്ന് തിരിച്ചു പോരാൻ കഴിയില്ല. ഷൈബ് അബി താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവുണ്ടല്ലോ, 3 കൊല്ലമാ അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെള്ളമില്ലാതെ ഭക്ഷണമില്ലാതെ ആ താഴ്വരയിൽ കഴിഞ്ഞുകൂടിയത്. അല്ലാഹുവിന്റെ ഹബീബ് മാത്രമല്ല, ഖദീജ റളിയല്ലാഹു അൻഹാ അല്ലാഹുവിന്റെ ഹബീബിന്റെ പ്രിയപ്പെട്ട മക്കൾ, അതേപോലെ സ്വഹാബികളിൽ പ്രധാനികളായ ചില ആളുകളോ മക്കക്കാരെ തടഞ്ഞു വച്ചതാ. അല്ലാഹുവിന്റെ ഹബീബ് മക്കയുടെ വെളിയിൽ പോയല്ലോ. മക്കയിലെ പീഡനം സഹിക്കാൻ കഴിയാതെ വന്നപ്പോ അമ്മാവന്മാരോട് സഹായം ചോദിക്കാൻ പോയതാ. അമ്മാവന്മാരെ സഹായിച്ചില്ലെന്ന് മാത്രമല്ല, കല്ലെറിഞ്ഞാണ് അടി ഓടിച്ചത് അല്ലാഹുവിന്റെ ഹബീബിനെ. തിരിച്ചു മക്കയിലേക്ക് വരുമ്പോഴാ മക്കക്കാർ പറഞ്ഞത്, മുഹമ്മദേ, ഇനി മക്കയിലേക്ക് നീ കയറാൻ പാടില്ല. നീ ഞങ്ങൾക്കെതിരെ അന്യ നാട്ടുകാരോട് സഹായം ചോദിക്കാൻ പോയ ആളാ. അല്ലാഹുവിന്റെ ഹബീബിനെ ഷൈബ് അബി താലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവിൽ തടഞ്ഞു വെക്കുകയാ. ആലോചിക്കണം ഉമ്മ, നമുക്കെന്ത് പരീക്ഷണമാ ഉണ്ടായെന്ന് നമ്മൾ പറയുന്നത്? എന്റെ പ്രിയമുള്ളവരെ, നമുക്കെന്ത് പരീക്ഷണം ഉണ്ടായെന്നാ നമ്മൾ പറയുന്നത്? അല്ലാഹുവിന്റെ ഹബീബിനെ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മക്കയിലേക്ക് കടക്കുന്നുണ്ടോ എന്നറിയാൻ, മക്കയിൽ നിന്നാരെങ്കിലും റസൂലുള്ളാഹിക്ക് വെള്ളമോ ഭക്ഷണമോ കൊണ്ടുപോയി കൊടുക്കുന്നുണ്ടോ എന്നറിയാൻ ആ താഴ്വരക്ക് ചുറ്റും നോക്കാൻ ആളുകളെ ഏൽപ്പിച്ചല്ലോ മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ആ സമയത്ത് പ്രിയപ്പെട്ട ഭാര്യ ഖദീജ റളിയല്ലാഹു അൻഹയോട് പറഞ്ഞത്, ഖദീജ, പ്രിയപ്പെട്ടവരെ, എന്നെ ശത്രുക്കൾ തടഞ്ഞു വച്ചിരിക്കുകയാണ്. ഖദീജ, ഈ താഴ്വരയിൽ ഇനി വെള്ളം കിട്ടില്ല ഖദീജ, ഭക്ഷണം കിട്ടില്ല ഖദീജ. അതുകൊണ്ട് ഖദീജ, അങ്ങ് പിഞ്ചു പൈതങ്ങളെ കൂട്ടിയിട്ട് അങ്ങയുടെ വീട്ടിലേക്ക് പോയിക്കോളൂ ഖദീജ. അങ്ങേക്ക് പട്ടിണി കിടന്ന ശീലമില്ലല്ലോ ഖദീജ. ഖദീജ, ഞാൻ ചെറുപ്പത്തിലെ വാപ്പയില്ലാതെ ജനിച്ച മോന. ഞാൻ ജനിക്കുമ്പോഴേ എന്റെ വാപ്പ മരിച്ചു പോയിട്ടുണ്ട്. ഖദീജ 6-ാം വയസ്സിൽ ഉമ്മ പോയതാ, 8-ാം വയസ്സിൽ പിതാമഹൻ പോയതാ. പിന്നെ എന്റെ പിതൃവനായ എന്റെ മൂത്താപ്പയായ അബൂ താലിബിന്റെ വീട്ടിലാണ് ഞാൻ വളർന്നത്. ഖദീജ, എന്റെ മൂത്താപ്പയുടെ വീട്ടിൽ ഭക്ഷണം എപ്പോഴും കിട്ടാറില്ല ഖദീജ. അതുകൊണ്ട് എനിക്ക് പട്ടിണി കിടന്ന ശീലമുണ്ട് ഖദീജ. അങ്ങ് ഖുവൈലിദിന്റെ മകളായി ജനിച്ചവളല്ലേ, അങ്ങേക്ക് പട്ടിണി എന്താണെന്ന് അറിയില്ലല്ലോ ഖദീജ. അതുകൊണ്ട് അങ്ങയുടെ വീട്ടിലേക്ക് പോയിക്കോളൂ ഖദീജ. ആ സമയത്ത് ഖദീജ ബീവി റളിയല്ലാഹു അൻഹ പൊട്ടിക്കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ ഹബീബിനോട് പറഞ്ഞത്, യാ റസൂലല്ലാഹ്, അങ്ങെന്താ എന്നോട് പറയുന്നത് നബിയേ? അങ്ങേ താഴ്വരയിൽ വെള്ളം കിട്ടാതെ ദാഹിച്ച് തൊണ്ട വരഞ്ഞ് മരണത്തോട് മല്ലടിക്കുമ്പോ ഖദീജ ദാഹം തീർത്ത് വെള്ളം കുടിക്കണമെന്നോ യാ റസൂലല്ലാഹ്?
അല്ലാഹുവിന്റെ ഹബീബേ അങ്ങ് ഭക്ഷണമില്ലാതെ ഈ താഴ്വരയിൽ കടന്ന് പട്ടിണിയോടെ മല്ലടിക്കുമ്പോ ഖദീജ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കണമെന്നോ യാ റസൂലല്ലാഹ്? അല്ലാഹുവിന്റെ ഹബീബേ അങ്ങേക്ക് ഭക്ഷണമില്ലേ? ഖദീജക്ക് ഭക്ഷണം വേണ്ട നബിയേ. അങ്ങേക്ക് വെള്ളമില്ലേ? ഖദീജക്ക് വെള്ളം വേണ്ട യാ റസൂലല്ലാഹ്. അങ്ങ് ഈ താഴ്വരയിൽ കിടന്ന് പിടഞ്ഞു മരിക്കുകയാണോ? അങ്ങയുടെ കൂടെ പട്ടിണി കിടന്ന് പിടഞ്ഞു മരിക്കാനാ ഖദീജക്ക് ഇഷ്ടം യാ റസൂലല്ലാഹ്? അബീ ത്വാലിബ് എന്ന് പറയുന്ന മലഞ്ചെരുവില 3 കൊല്ലം അല്ലാഹുവിന്റെ ഹബീബ് പട്ടിണി കിടന്നത് സ്വഹാബികൾ രേഖപ്പെടുത്തിയല്ലോ ആ ദിവസങ്ങളുടെ കാഠിന്യത്തെ കുറിച്ച്. നിങ്ങൾ ആലോചിക്കണം. ഞാൻ ചോദിക്കട്ടെ നിങ്ങളോട്, 1-2 ദിവസം 1-2 ആഴ്ച രോഗമായി ഭക്ഷണം കഴിക്കാൻ കഴിയാതെ വരുമ്പോഴാ എന്തൊക്കെ പരാതിയാ. ഭക്ഷണം കഴിക്കാൻ കഴിയുന്നില്ല, വായക്ക് കയ്പ, വല്ലാത്ത ക്ഷീണ, വല്ലാത്ത ബുദ്ധിമുട്ട്. ഓർക്കണേ, 3 കൊല്ലമാണ് അല്ലാഹുവിന്റെ ഹബീബ് സ്വഹാബികൾ രേഖപ്പെടുത്തുന്നുണ്ട്. മക്കയിലെ ഈ താഴ്വരയിലെ വൃക്ഷങ്ങളിലെയും അതേപോലെ ആ പാറക്കെട്ടുകൾക്കിടയിൽ ഉണ്ടാകുന്ന പുൽച്ചെടികളും തിന്ന അല്ലാഹുവിന്റെ ഹബീബ് കഴിഞ്ഞുകൂടിയത്. എന്നിട്ട് റസൂലുള്ളാഹിന്റെ മലം ആട്ടിന്റെ മലം പോലെയായിരുന്നു എന്ന് സ്വഹാബികൾ രേഖപ്പെടുത്തുന്നുണ്ട്. ولنبلونكم بشيء من الخوف ولنبلونكم بشيء من الخوف والجوع. നിങ്ങളെ വിശപ്പ് നൽകിയിട്ടും അല്ലാഹു പരീക്ഷിക്കാം എന്ന് അല്ലാഹു തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്. ഭയം തന്ന് പരീക്ഷിക്കാം, വിശപ്പ് തന്ന് പരീക്ഷിക്കാം. നല്ല ജോലി ചെയ്യുന്നു, വീട്ടിൽ ഭയങ്കര കൃഷി ചെയ്യുന്നു, പിന്നെ മൂപ്പര അറബി കടക്കെ പിടിച്ചെടുത്തു. നേരത്തെ BMW സഞ്ചരിച്ച ആളാണ്, ഇപ്പൊ അയാൾക്കൊരു ബൈക്ക് പോലും ഇല്ല. അല്ലാഹുവിന്റെ പരീക്ഷണാണ്. അത് അപ്പുറത്തോൻ എനിക്ക് ചെയ്തതാണ്, അങ്ങനല്ല. അത് മറ്റോൻ എനിക്ക് പാര വെച്ചതാണ്, അങ്ങനല്ല. ഞാൻ ഏടോ പോയപ്പോ അയാള് പറഞ്ഞത്, ആ കറുത്ത സാരി ഉടുക്കുന്ന ആളുണ്ടല്ലോ നിങ്ങളെ കുടുംബത്തില്, ഓല സൂക്ഷിക്കണം എന്നാ പറഞ്ഞു. കറുത്ത സാരി ഉടുക്കുന്ന ഇത്ര പെണ്ണുങ്ങളുണ്ട്, ഓലൊക്കെ നീ ആരോ എന്തോ പറഞ്ഞതിന്റെ പേരിൽ സംശയിക്കുക, ആരോ എന്തോ പറഞ്ഞതിന്റെ പേരിൽ സംശയിക്കുകയോ. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ. അല്ലാഹു നല്ലപോലെ തന്നിട്ട് പിന്നെ അല്ലാഹു നിങ്ങൾക്ക് തരാതെ നിങ്ങളെ പരീക്ഷിക്കാം. അങ്ങനത്തെ ഒരു സാഹചര്യം അമ്മാരിഞ്ഞ് വരാൻ പോകുന്നത്. നേരത്തൊക്കെ എല്ലാ മംഗലത്തിനും പുതിയ പുതിയ ഡ്രസ്സ് വാങ്ങിയില്ലേ, ആ കളിയൊക്കെ നിൽക്കാൻ പോവാ. ഇനി ഒരു കൊല്ലത്തിന് ഒരു ഡ്രസ്സ് തന്നെ കിട്ടുമോ എന്നുള്ള അവസ്ഥയിലേക്ക് പോകും കാര്യങ്ങൾ എന്ന് ഭയപ്പെടേണ്ടിയിരിക്കുന്നു. അല്ലാഹു കാക്കട്ടെ, അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. അങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരാം. അതാണ് തൊട്ടടുത്തായി അല്ലാഹു പറയുന്നത്, നിങ്ങൾക്ക് അല്ലാഹു സമ്പത്ത് കുറച്ചും പരീക്ഷിക്കാമെന്ന്. ഞാൻ കേട്ടല്ലോ ഒരാളെ കുറിച്ച്, മസ്കത്തിലെ വലിയ കച്ചവടക്കാരന് ഒരുപാട് ഷോപ്പുണ്ടായിരുന്ന ആളാണ്. അല്ലാഹു അദ്ദേഹത്തിന് സലാമത്ത് നൽകട്ടെ. നല്ല മനുഷ്യനാ, നല്ല മനുഷ്യന്മാർക്ക് പരീക്ഷണം വരിക. ഒരാൾ ഈടെ എന്നോട് ചോദിച്ചു, ഉസ്താദേ അല്ല പിന്നെ ഇന്ന ആള് നിങ്ങൾക്ക് അറിയില്ലേ? അയാളിങ്ങനെ പറയാം, ഇന്ന ആള് അയാൾ എല്ലാവിധ കുഴപ്പമുണ്ടാക്കില്ലേ, പക്ഷെ അയാൾക്കാണല്ലോ ബർക്കത്ത്. നമ്മളൊക്കെ അങ്ങനെ വയന്നെടുക്കാണ്, ഓരോ ദിവസം പോകുമ്പോഴും കീപ്പട്ടാണ്, ബലാലിനാണല്ലോ ബർക്കത്ത്. അങ്ങനെ തന്നെയാണല്ലോ റസൂലുള്ളാഹി പറഞ്ഞു. സ്വഹാബികൾ ചോദിച്ചല്ലോ, മഹാനായ നബിയുനാ റസൂലുള്ളാഹി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിച്ചല്ലോ, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ ഹബീബേ, നമ്മള് അങ്ങക്ക് കടക്കാൻ ഒരു കട്ടിലില്ല, വിരിക്കാൻ ഒരു വിരിപ്പില്ല, ഉടുക്കാൻ ശരിക്കുള്ള ഒരു വസ്ത്രമില്ല, കഴിക്കാൻ ശരിക്കും ഭക്ഷണമില്ല നബിയേ. അങ്ങ് അള്ളാന്റെ ആള്, നമ്മളൊക്കെ അള്ളാഹുവിന്റെ ആളുകൾ. ആ കിസ്റയും കൈസറും ഒക്കെ നോക്കിയാണ് നബി എല്ലാ നേരവും സുഭിക്ഷമായ ഭക്ഷണം. അവർക്ക് വലിയ കൊട്ടാരങ്ങളാണ്, അവർക്ക് ദാസിമാരാണ്, എല്ലാ സുഖ സൗകര്യങ്ങളുമാണ്. എന്താ നബിയേ ഇതിന്റെ രഹസ്യമെന്ന് ഹബീബിനോട് ചോദിച്ചപ്പോഴല്ലേ റസൂലുള്ളാഹി പറഞ്ഞത്? അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞതെന്താ? അവർക്ക് ദുനിയാവാണ് അല്ലാഹു കൊടുത്തത്, വലനൽ ആഖിറ, നമുക്കൊരിക്കലും അറ്റമില്ലാത്ത പാരത്രികമായ ജീവിതമാണ് അല്ലാഹു നമുക്ക് ഓഫർ ചെയ്തത് എന്ന്. അതുകൊണ്ട് ദുനിയാവിൽ വലിയ സുഖവും സൗകര്യവും നമുക്ക് കുറവായിരിക്കുമെന്ന്.
അല്ലാഹു പരീക്ഷിക്കാം. വനഖ്സിം മിനൽ അംവാൽ, സ്വത്ത് കൊടുത്തുകൊണ്ടും സ്വത്ത് കുറച്ചുകൊണ്ടും അല്ലാഹു പരീക്ഷിക്കാമെന്ന്. മസ്കത്തിലെ വലിയ കച്ചവടക്കാരന്, എനിക്കറിയാവുന്ന ആളാ, ഒരുപാട് ഷോപ്പുകൾ ഉണ്ടായിരുന്ന ആളാ, നേരത്തെ കച്ചവടം ചെയ്ത് ധാരാളം ഉണ്ടാക്കിയ ആളാ. അയാൾ അതെല്ലാം ഉപയോഗിച്ചുകൊണ്ട് ധാരാളം സ്വത്തുകൾ ഭൂമിയിൽ നാട്ടിൽ വാങ്ങി വെച്ച ആളാ. ഈയിടെ ഞാൻ കേട്ടത് അയാൾ ഓരോ സ്വത്തും ഇങ്ങനെ വിറ്റുകൊണ്ടിരിക്കുകയാണ്. കടകൾ അറബി പിടിച്ചെടുത്തോ, അവിടെയുള്ള കടങ്ങൾ വീട്ടാനായി അവസാനം സ്വന്തം പറമ്പും വീടും വിൽപ്പനയ്ക്ക് വെച്ചിരിക്കുകയാണ് എന്ന്. നല്ല മനുഷ്യനാ, ഇബാദത്ത് ചെയ്യുന്ന ആളാണ്. അല്ലാഹുവിന്റെ പരീക്ഷണമാണ് എന്റെ സഹോദരങ്ങളെ. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അല്ലാഹു പരീക്ഷിച്ചില്ലേ? മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീന മുനവ്വറയിലേക്ക് പലായനം ചെയ്യുകയാ. മദീന മുനവ്വറയിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് കടന്നു ചെല്ലുമ്പോൾ അവസ്ഥ എന്താ? മക്കയിലെ തന്റെ വീടും പറമ്പും വിട്ടാ അല്ലാഹുവിന്റെ ഹബീബ് കടന്നു പോകുന്നത്. മദീന മുനവ്വറയിലേക്ക് അല്ലാഹുവിന്റെ ഹബീബ് ചെല്ലുന്ന സമയം തലഅൽ ബദറു അലൈനാ മിൻ തനിയാതിൽ വദാഇ വജബ ശുക്റു അലൈനാ മദഅ ലില്ലാഹി ദാഇ അയ്യുഹൽ മബ്ഊതു ഫീനാ ജിദ ബിൽ അംരിൽ മുതാഇ. അല്ലാഹുവിന്റെ ഹബീബ് മദീന മുനവ്വറയിലേക്ക് എത്തുമ്പോൾ പുണ്യ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അവസ്ഥ, അല്ലാഹുവിന്റെ ഹബീബിന്റെ സ്വന്തം കാൽപാദങ്ങൾ അല്ലാഹുവിന്റെ ഹബീബിന് ഭൂമിയിൽ വെക്കാൻ സ്വന്തം അധീനതയിൽ ഒരടി മണ്ണ് പോലും അല്ലാഹുവിന്റെ ഹബീബിന് ഉണ്ടായിരുന്നില്ല. ആലോചിക്കണം, സ്വന്തം വീട്ടിൽ നിന്ന് കുടിയിറക്കപ്പെടുകയാണ്. മദീന മുനവ്വറയിലേക്ക് എത്തുമ്പോൾ ഒരു പിടി മണ്ണ് പോലും സ്വന്തമായില്ലാത്ത പച്ച ദരിദ്രനാണ് ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയുനാ മുഹമ്മദ് മുസ്തഫ. അതേ കടം വന്നിട്ട് വീട് വെക്കേണ്ടി വന്നു എന്നല്ലേ പറയേണ്ടി വന്നിട്ടുള്ള വീട് ഞങ്ങൾ 60 ലക്ഷത്തിന് വിറ്റിട്ട് 30 ലക്ഷം കടം വീട്ടിയിട്ട് 30 ലക്ഷത്തിനൊരു ചെറിയ സ്ഥലവും വീടും വാങ്ങേണ്ടി വന്നോ. വലിയ വീട്ടിൽ നിന്ന് ചെറിയ വീട്ടിലേക്ക് മാറി എന്നല്ലേ പെങ്ങളെ പരാതി. എന്നാൽ അല്ലാഹുവിന്റെ ഹബീബിനെ അല്ലാഹു പരീക്ഷിച്ചത് ഉള്ള വീടും പറമ്പും ശത്രുക്കളുടെ മുമ്പിൽ വിട്ടേച്ചു പോകേണ്ടി വന്നു. മദീന മുനവ്വറയിലേക്ക് ചെല്ലുമ്പോൾ സ്വന്തം കാൽപാദം ഊന്നാൻ സ്വന്തം അധീനതയിൽ ഒരു പിടി മണ്ണ് പോലും അല്ലാഹുവിന്റെ ഹബീബിന്റെ അധീനതയിൽ ഉണ്ടായിരുന്നില്ല. സ്വത്ത് കുറച്ചിട്ട് അല്ലാഹു പരീക്ഷിക്കാം. ഞമ്മക്കൊക്കെ ഉള്ള പരാതി എന്താ? കച്ചവടക്ക് ഒരു 25% നടക്കണുള്ളൂ. കഴിഞ്ഞ അല്ലേ നമ്മളെ സ്വഭാവം തന്നെ എപ്പോ ചോദിച്ചാലും പറയാം എന്താ വിശേഷം, എന്താ വിശേഷം എന്ന് വെച്ചാൽ പറയാൻ എന്താ ഒരു തുമ്പില്ല, രാവിലെ ആണ് വൈകുന്നേരമാണ് പോകുന്നത്. കച്ചവടമൊക്കെ അങ്ങനെ അതൊന്നും പറയാക്കണല്ലേ. എന്നാ ഈ ചങ്ങായി 35 കൊല്ലം അള്ളാഹു ലാഭം കൊടുത്തില്ലേ, എന്നാ ആ ലാഭം ആലോചിച്ച് മോനെ അടക്കി പറഞ്ഞു. ബക്കറ്റ് വെറുതെ പോയാൽ കിട്ടൂല, പറഞ്ഞു അടക്കി കുറച്ച് സെക്കൻഡ്. എന്നാ ഈ ചങ്ങായി പറയണ്ടേ 35 കൊല്ലെങ്കിൽ അള്ളാഹു ലാഭം തന്നെ. അൽഹംദുലില്ലാഹ് 35 കൊല്ലം എന്താ ഉഷാറ്. 1 കൊല്ലം 2 കൊല്ലമൊക്കെ അങ്ങനെ ആയി എന്ന് കരുതി ഇപ്പൊ എന്താ പ്രശ്നം? അതല്ല, എപ്പ ചോദിച്ചാലും പറയാ കേരളക്കാരന്റെ സ്വഭാവമാണ്. ഒരു സുഖല്ല, എപ്പ ചോദിച്ചാലും മൂന്ന് തന്നെ അങ്ങനെ, മുഖം തന്നെ അങ്ങനെ. പണ്ടൊരു അറബി മക്കളും ആക്സിഡന്റ് ആയി, 9 കുട്ടികളുണ്ട് വണ്ടിയിൽ, 8 ആളും മരിച്ചു, ഭാര്യയും മരിച്ചു, ഒരു കുട്ടി ഇയാളും രക്ഷപ്പെട്ടു. ആളുകൾ ഓടി വന്നിട്ട് ഈ അറബിയൊക്കെ ഒരു സ്വഭാവം ഉണ്ടല്ലോ, കണ്ട ഒരു കൈഫൽ ഹാൽ കൈഫൽ ഹാൽ. പോലീസുകാർ പോലും അങ്ങനെ വലിയ കുറ്റം ചെയ്യാനും പിടിക്കാൻ വേണ്ടി വരുമ്പോ അസ്സലാമു അലൈക്കും കൈഫൽ ഹാൽ എന്ന് ആദ്യം ചോദിക്കും. ഓടി വന്നിട്ട് കൈഫൽ ഹാൽ. ഇപ്പൊ ഇയാൾ പറയാം അൽഹംദുലില്ലാഹ്. ഇയാളോട് ആരോട് ചോദിച്ചു, 8 കുട്ടികളും ഭാര്യയും മരിച്ചെടുക്കും മങ്ങൾ അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞു. ഞാനും ഒരു കുട്ടിയും കഴിച്ചില്ലായില്ലേ, അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്. ഞങ്ങളും മരിക്കാമായിരുന്നല്ലോ. അല്ലാഹു അനുഗ്രഹം നമ്മൾ ഓർക്കേണ്ടത്, അനുഗ്രഹമാണ് നമ്മൾ ചിന്തിക്കേണ്ടത്.
പരീക്ഷണങ്ങൾ വരുന്ന സമയത്ത് ആരുടെ കൂടെയാണ് അള്ളാഹു ഉണ്ടാകുന്നത്? നമ്മൾ പറയാം, കുറച്ച് സമയം പറയും. കൃത്യം 10:15 ഞാൻ അവസാനിപ്പിക്കും. അല്ലേ? അതല്ല സമയം. وَلَنَبْلُوَنَّكُمْ بِشَيْءٍ مِّنَ الْخَوْفِ وَالْجُوعِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالثَّمَرَاتِ وَنَقْصٍ مِّنَ الْأَمْوَالِ وَالْأَنفُسِ وَالثَّمَرَاتِ. അതേപോലെ വൽ അൻഫുസി, ശരീരങ്ങളെ മരിപ്പിച്ചു കളഞ്ഞുകൊണ്ട് അല്ലാഹു പരീക്ഷിക്കാം. അല്ലേ? 3 മക്കളുടെ ഭർത്താവാണ്. മൂത്ത കുട്ടിയുടെ പ്രായം 8 ആണ്. രണ്ടാമത്തെ കുട്ടിയുടെ പ്രായം 6 ആണ്. മൂന്നാമത്തെ കുട്ടി ജനിച്ചിട്ട് 6 മാസമേ ആയിട്ടുള്ളൂ. അപ്പോഴാ ഭർത്താവിന്റെ ചേതനേറ്റ ശരീരമാണ് വീട്ടിലേക്ക് കൊണ്ടുവരുന്നത്. 6 മാസം മൂന്നാമത്തെ മകനായപ്പോഴാണ് ഉസ്താദേ എന്റെ ഭർത്താവ് മരിച്ചുപോയത്. പിന്നെ ജീവിതത്തിൽ ഞാനൊരു സുഖവും അനുഭവിച്ചിട്ടില്ല. പെങ്ങളെ, നിങ്ങളുടെ ഭർത്താവ് മരിക്കുന്നത് നിങ്ങളുടെ 28ാമത്തെ വയസ്സിലല്ലേ? എന്നാൽ ആയിഷ റളിയല്ലാഹു അൻഹയുടെ പ്രിയപ്പെട്ട ഭർത്താവായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്താകുന്നത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ പ്രായം അന്ന് 18 ആണ്. ഇന്നാ ശദ്ദന്നാസി ബലാ അൽ-അംബിയാ, ജനങ്ങളിൽ കഠിനമായ പരീക്ഷണം നേരിടുന്നവർ പ്രവാചകന്മാരാ. പിന്നീട് അവരോട് അടുത്തവരാ എന്ന ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. പ്രിയപ്പെട്ട ഉമ്മ, 3 മക്കളെ നോക്കിയിട്ട് നിങ്ങൾ പറയുന്നില്ലേ എന്റെ 3 മക്കളും യതീമാണ് എന്ന്? എന്നാ നിങ്ങളുടെ 6 മാസം പ്രായമായ കുട്ടിക്ക് പോലും ഒരു 2 ചുംബനമെങ്കിലും പിതാവിന്റേത് ലഭിച്ചിട്ടില്ലേ? എന്നാൽ വാപ്പയെ തീരെ കണ്ടിട്ടില്ലാത്ത നബിയാ ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ വാപ്പയുടെ ഖബറിന്റെ അടുത്ത് ചെന്ന് അല്ലാഹുവിന്റെ ഹബീബ് തേങ്ങി കരഞ്ഞല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് വാപ്പയുടെ സ്നേഹം എന്തെന്നറിയാത്ത നബിയാ മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? നിങ്ങൾ എന്തിനാ നിരാശരാകുന്നത്? നിങ്ങൾ എന്തിനാ പഠിക്കുന്നത്? എന്റെ പെങ്ങളെ, എന്റെ സഹോദരി, അല്ലാഹു സുബ്ഹാനഹു വ തആല നിങ്ങളെ പരീക്ഷിച്ചിട്ടുണ്ടോ? അതിന്റെ അർത്ഥം അല്ലാഹു നിങ്ങളെ ഇഷ്ടപ്പെടുന്നുവെന്ന്. 3 മക്കളുടെ 3 യതീമായ മക്കളെ മടിയിൽ വെച്ച് വളർത്താനുള്ള സൗഭാഗ്യം നിങ്ങൾക്കുണ്ടായിട്ടുണ്ടോ? അല്ലാഹുവിന്റെ ഹബീബ് നിങ്ങളെ കുറിച്ച് പറഞ്ഞതെന്താ? ഒരു യതീമിനെ മടിയിൽ വെച്ച് വളർത്താനുള്ള സൗഭാഗ്യം ഉണ്ടായിട്ടുണ്ടോ? 2 യതീമുകളെ വളർത്താനുള്ള സൗഭാഗ്യം ഉണ്ടായിട്ടുണ്ടോ? പെങ്ങളെ, നിങ്ങളെ കുറിച്ച് അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് മഹാനായ നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, നാളെ സ്വർഗ്ഗത്തിന്റെ ചാവി കൊണ്ടുവന്ന് സ്വർഗ്ഗം തുറക്കാൻ ഞാൻ ഒരുങ്ങുമ്പോ മുഹമ്മദ്, സ്വർഗ്ഗത്തിന്റെ താക്കോൽ മുഹമ്മദിന്റെ കയ്യിലാണ്. സ്വർഗ്ഗത്തിന്റെ ചാവി കൊണ്ടുവന്ന് സ്വർഗ്ഗം തുറക്കാൻ ഒരുങ്ങുമ്പോഴാ അല്ലാഹുവിന്റെ ഹബീബ് പറയാ, കവിൾ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന ഒരു പെണ്ണാണ്. ശരീരമെല്ലാം വിളറിപ്പോയിട്ടുണ്ട്. അങ്ങനെ ഒരു പെണ്ണ് വന്ന് എന്നെ തിക്കിത്തിരക്കി എന്റെ മുമ്പേ സ്വർഗത്തിലേക്ക് കടക്കാൻ ഒരുങ്ങുകയാണ് ആ പെണ്ണ്. അല്ലാഹുവിന്റെ ഹബീബ് പറയാ, ഞാൻ ശ്രദ്ധിച്ചു നോക്കി ആരാണ് ആ പെണ്ണെന്ന്. അല്ലാഹുവിന്റെ ഹബീബ് എന്നിട്ട് പറയാ, 2 3 യതീമുകളെ ഭർത്താവ് തനിക്ക് വിട്ടേച്ചു കൊടുത്തുകൊണ്ട് ഭർത്താവ് നേരത്തെ യാത്രയായതാ. പൊന്നു യതീമുകളെ കാര്യം വിചാരിച്ച് തന്റെ ഭർത്താവ് മരിച്ചുപോയി 2 മക്കളെ തനിക്ക് വേണ്ടി വിട്ടേച്ചു തന്ന്, അല്ലെങ്കിൽ 3 മക്കളെ വിട്ടേച്ചു തന്ന്. കുഞ്ഞു പ്രായമാ, യതീമാണ് പൊന്നുമക്കൾ. ആ അവസ്ഥയിലാ ഭർത്താവ് മരിച്ചുപോയത്. ആ ഭർത്താവ് മരിച്ചതിന് ശേഷം ആ മക്കൾക്ക് നഷ്ടം ആ മക്കൾ പാഴായി പോകുമെന്ന് കരുതി വേറെ ഒരു
കല്യാണം ചെയ്യാതെ വേറെ ഒരു ഹറാമും ചെയ്യാതെ അള്ളാഹുവിനെ പേടിച്ച് ഈ മക്കളെ പോറ്റി വളർത്തിയ പെണ്ണാ, കഷ്ടപ്പെട്ട് വളർത്തിയ പെണ്ണാ. കഷ്ടപ്പാട് കൊണ്ടാ മുഖം ചുളിഞ്ഞു പോയത്, കവളകം ഒട്ടിപ്പോയത്. സൗന്ദര്യമുള്ള പെണ്ണായിരുന്നു, സൗന്ദര്യമെല്ലാം നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്, ശരീരമാകെ വളറിയിട്ടുണ്ട്. ഈ 3 മക്കളെ വിചാരിച്ചില്ലെങ്കിൽ 2 മക്കളെ വിചാരിച്ച് കുടുംബജീവിതം തന്നെ വേണ്ടെന്ന് വെച്ച പെണ്ണാ, ഹറാമ് ചെയ്യാതെ ജീവിച്ച പെണ്ണാ. ആ പെണ്ണ് എന്റെ മുമ്പേ സ്വർഗത്തിലേക്ക് കടന്നു പോകാൻ ശ്രമിക്കുന്നത് ഞാൻ കണ്ടുവന്ന ഹബീബായ നബിയുന മുഹമ്മദ് മുസ്തഫ. പിന്നെന്തിനാ അമ്മ നിങ്ങൾ ഇങ്ങനെ പറയണേ? ഞാൻ ജീവിതത്തിൽ ഒരു സുഖം കിട്ടാത്ത പെണ്ണാണ്, എനിക്കല്ലാഹ് ഒരു സുഖം തന്നിട്ടില്ല. എന്തിനാ നിങ്ങൾ പറയണത്? അള്ളാന്റെ ഹബീബ് സ്വന്തം വാപ്പയെ കണ്ടിട്ടില്ലാത്ത മോനാ. ആ മോനെ അള്ളാഹു ചെയ്തു കൊടുത്ത യതീം എന്ന പദവിയെ കുറിച്ച് ഖുർആൻ പറഞ്ഞതെന്താ? അലം നജിദ്ക യതീമാ ഫആവാ വവജദക അല്ലാഹു ഫഹദാ. ആ പദവിയെ കുറിച്ച് റസൂലുള്ളാഹിനോട് പറഞ്ഞത്, നബിയേ അങ്ങയെ നാം യതീമായി എത്തിച്ചില്ലയോ യാ റസൂലല്ലാഹ് എന്നാണ്. യതീം ഏറ്റവും അലങ്കൃതമായ പദവിയാണെന്നല്ലേ ഖുർആൻ പറഞ്ഞത്. പിന്നെ എന്തിനാ നിങ്ങൾ ആ കാര്യത്തിൽ ഇങ്ങനെ അശ്രദ്ധയായി കഴിഞ്ഞുകൂടുന്നത്? എന്റെ പെങ്ങളെ ആലോചിക്കണേ. ഹബീബായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ഹബീബിനോട് അല്ലാഹു പറഞ്ഞത് ശരീരങ്ങളെ കൺമുമ്പിൽ വെച്ച് മരിപ്പിച്ചുകൊണ്ടും അല്ലാഹു പരീക്ഷിക്കാമെന്നാണ്. ചിലപ്പോ വാപ്പയെ മരിപ്പിച്ചാകാം, ഉമ്മയെ മരിപ്പിച്ചാകാം, ഭർത്താവിനെ മരിപ്പിച്ചാകാം, ഭാര്യയെ മരിപ്പിച്ചാകാം, അല്ലെങ്കിൽ പിഞ്ചു പൈതങ്ങളെ കൺമുമ്പിൽ വെച്ച് മരിപ്പിച്ചുകൊണ്ടാകാം. മെരിഞ്ഞാതെറ്റാണെന്ന് തോന്നുന്ന ഒരു സ്ഥലത്ത് അതിന്റെ പോയപ്പോഴാ എടുത്തു വന്നത് ദുആ ചെയ്യണേ എന്ന്. 2 മക്കൾ എനിക്ക് ജനിച്ചിട്ടുണ്ടായിരുന്നു, 2 മക്കളും എന്റെ കൺമുമ്പിൽ മരിച്ചുപോയി. 3ാമത് ഞാൻ ഗർഭിണിയാണ്. അതേ വല്ലാത്ത വിഷമത്തിലാ. ദുആ ചെയ്യണേ, 3ാമത്തെ കുട്ടിയെങ്കിലും എനിക്ക് കിട്ടാൻ. പെങ്ങളെ കേൾക്കണം, നിങ്ങൾ അല്ലാഹുവിന്റെ ഹബീബ് നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം 2 കുട്ടികളുടെ മയ്യിത്തല്ലേ നിങ്ങൾ കാണേണ്ടി വന്നത്. എന്നാൽ തനിക്ക് ജനിച്ച 7 മക്കളിൽ 6 മക്കളും അല്ലാഹുവിന്റെ ഹബീബ് ജീവിച്ചിരിക്കെ അല്ലാഹു മരിപ്പിച്ചു കളഞ്ഞ് പരീക്ഷിച്ചതാ നമ്മുടെ നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലം. 6 മക്കളും കൺമുമ്പിലേ മരിച്ചു. അതിൽ റുഖയ്യ ബീവി റളിയല്ലാഹു അൻഹ വഫാതാകുന്നത് മഹാനായ നബിയുനാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബദർ യുദ്ധത്തിന് പോയ സമയത്ത്, ബദർ യുദ്ധത്തിന് അല്ലാഹുവിന്റെ ഹബീബ് പോകുമ്പോൾ റുഖയ്യ ബീവി രോഗിയ. അല്ലാഹുവിന്റെ ഹബീബ് ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞല്ലോ, നിങ്ങൾ മകളെ ശുശ്രൂഷിക്കാൻ നിന്നോളൂ, ഭാര്യയെ ശുശ്രൂഷിക്കാൻ നിന്നോളൂ. ഉസ്മാൻ റളിയല്ലാഹു അൻഹു ബദർ യുദ്ധത്തിൽ പങ്കെടുത്തിട്ടില്ല. അതിന്റെ കാരണം റുഖയ്യ ബീവിയെ സംരക്ഷിക്കാൻ വീട്ടിനകത്ത് കഴിഞ്ഞുകൂടി. എന്നാൽ ബദർ യുദ്ധം കഴിഞ്ഞ് ബദറിൽ ജയിച്ച സന്തോഷത്തോടെ സ്വഹാബികൾ മക്ക മദീനയിലേക്ക് തിരിച്ചു വരികയാണ്. മദീനയിലേക്ക് തിരിച്ചു വരുന്ന അല്ലാഹുവിന്റെ ഹബീബിനെ തേടിയെത്തിയ വാർത്ത എന്താ? റുഖയ്യ ബീവി വഫാത്തായിരിക്കുന്നു എന്നാണ്. ബദർ യുദ്ധം കഴിഞ്ഞ് സന്തോഷത്തോടെ മദീനയിലേക്ക് വരാൻ സ്വഹാബികൾ വല്ലാത്ത സന്തോഷത്തില്. 900ഓളം വരുന്ന ശത്രുക്കൾ തങ്ങളെ നശിപ്പിക്കാൻ വന്നതാ. എന്നാൽ അവർ പരാജയം ഏറ്റുവാങ്ങി മക്കയിലേക്ക് തന്നെ തിരിച്ചു പോയിരിക്കുകയാ. ആ സന്തോഷവുമായി മദീനയിലേക്ക് വരുമ്പോൾ അല്ലാഹുവിന്റെ ഹബീബിനെ തേടിയെത്തിയത് റുഖയ്യ ബീവി വഫാത്തായിരിക്കുന്നു എന്നാണ്. ചില ആളുകൾ പറയാറുണ്ടല്ലോ, വീടൊക്കെ എടുത്തിട്ട് വീട്ടിൽ കൂടാൻ ഒരുങ്ങുമ്പോഴാസ്താദേ പണിയൊക്കെ കഴിഞ്ഞിട്ടാ എന്റെ പുതിയാപ്പള മരിച്ചു പോയത്, ആ വീട്ടിൽ കൂടാൻ എന്റെ മോനുണ്ടായില്ല, എന്റെ മോനെ അല്ലാഹു തിരിച്ചു വിളിച്ചു. പെങ്ങളെ നിങ്ങൾ ആലോചിക്ക്, അല്ലാഹുവിന്റെ ഹബീബ് മദീനയിൽ വീട്ടിൽ വന്ന് ആയിഷ ബീവിയോട് ചോദിച്ചു, ആയിഷ റുഖയ്യ മോളുടെ വിവരം എന്താണ്? ആയിഷ ബീവി പറഞ്ഞല്ലോ, യാ റസൂലല്ലാഹ് റുഖയ്യ മോൾ വഫാത്തായില്ല നബിയേ. അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, റുഖയ്യ മോൾ എവിടെയാണ്? അല്ലാഹുവിന്റെ ഹബീബേ മഖബറടക്കാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട്. ജന്നത്തുൽ
ജന്നത്തുൽ ബഖീയിലേക്ക് ചെന്ന് നോക്കുമ്പോ റുഖിയ ബീവി റളിയല്ലാഹു അൻഹയുടെ മയ്യിത്ത് ഖബറിലേക്ക് താഴ്ത്തി വെച്ചിട്ട് മൂടുകല്ലിങ്ങനെ എടുത്തു വെച്ചിട്ട് മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ എന്ന് പറഞ്ഞു ചുറ്റുഭാഗത്തും ഇരിക്കുന്ന സ്വഹാബികൾ മണ്ണിങ്ങനെ വാരി ഇടുകയാ. അല്ലാഹുവിന്റെ ഹബീബിന് റുഖിയ മോരുടെ മുഖം കാണാൻ പോലുമുള്ള അവസരം അല്ലാഹു കൊടുത്തിട്ടില്ല. മരിച്ചു കിടന്നിട്ട് മുഖം കാണാൻ, അവസാനമായൊരു മുഖമൊന്നൊരു നോക്കു കാണാൻ ഉള്ള അവസരം അല്ലാഹു കൊടുത്തിട്ടില്ല. പ്രിയപ്പെട്ട സഹോദരാ, നിന്റെ വാപ്പ മരിച്ചിട്ട് ഉമ്മ മരിച്ചിട്ട് നാട്ടിലൊന്ന് ഞാൻ പോയി വരട്ടെ എന്ന് ചോദിച്ചത് കഫീല് പറഞ്ഞയച്ചില്ല. നീ എന്തിനാ വേദനിക്കുന്നത്? അല്ലാഹുവിന്റെ ഹബീബിന് തന്റെ പൊന്നമോരുടെ മുഖമൊന്ന് കാണാനുള്ള അവസരം അല്ലാഹു കൊടുത്തിട്ടില്ല. വലനബലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസ്തമറാത്ത് വബശ്ശിരിസ് സ്വാബിരീൻ വസ്തമറാത്ത്. ഫലങ്ങളും കുറച്ചു കളഞ്ഞുകൊണ്ട് അല്ലാഹു പരീക്ഷിക്കാമെന്ന്. വിളവുകൾ കുറഞ്ഞു പോവുക, കൃഷികൾ നശിച്ചു പോവുക, പഴയ കാലത്തെ തേങ്ങ കിട്ടിയ പോലെ തേങ്ങ കിട്ടാതിരിക്കുക, വിളവുകൾ കുറഞ്ഞു പോവുക അല്ലാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണമാണ്. ഇങ്ങനെ ഏത് രീതിയിലുള്ള പരീക്ഷണം വന്നാലും അല്ലാഹുവിന്റെ ഹബീബിനോട് പറയാണ്, നബിയേ, ഏത് പരീക്ഷണം വന്നാലും ക്ഷമിക്കുന്നവർക്കാണ് അല്ലാഹു സന്തോഷം അറിയിക്കുന്നത് എന്ന് പറയണോ? ഏത് പരീക്ഷണം വന്നാലും ക്ഷമിക്കണം. അതൊക്കെ എൻ്റെ അള്ളാന്റെ ഭാഗത്തു നിന്നാണ്. സാരല്ല, അൽഹംദുലില്ലാഹ്, അല്ലെങ്കിൽ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. അങ്ങനെ പറയാം. വബശ്ശിരിസ് സ്വാബിരീൻ. ക്ഷമിക്കുക. ചില ആൾക്കാരുണ്ട് മരിച്ച നെഞ്ഞത്തടിക്കുക, തലട്ടടിക്കുക, തല്ല, കുഴപ്പാക്കുക, പിന്നെ അങ്ങനെ അന്തം കമ്മിയായിട്ടിരിക്കുക, മാനസിക എന്ന് പറയാ. എന്റെ അർത്ഥം എന്താ അറിയോ? അള്ളാഹു തന്ന പരീക്ഷണമാണെന്ന് ഉൾക്കൊള്ളാൻ മനസ്സ് തയ്യാറായില്ല. ക്ഷമിക്കണം എന്ന്. വബശ്ശിരിസ് സ്വാബിരീൻ. ക്ഷമയുടെ കൂലി എന്താ പറയാനുള്ള സമയമില്ലല്ലോ. ലോകത്ത് ഏറ്റവും വലിയ കൂലിയുള്ള അമൽ ക്ഷമയാണ്. നിസ്കാരത്തെക്കാളും വലിയ കൂലിയാണ്. ഇന്നല്ലാഹ മഅസ്സാബിരീൻ. അല്ലാഹു ക്ഷമിക്കുന്നവരോട് ഒപ്പമാണ് എന്ന് ഖുർആൻ. ക്ഷമിക്കുന്നവർ രണ്ടാളും കൂടി കച്ചറ കൂടിയാണ്. ഒരാൾ വേറൊരുത്തരങ്ങനെ നല്ലോണം ചീത്തറുണ്ട്, മറ്റോ മുണ്ടാതൊക്കെ ഉണ്ട്. ആരെ കൂടെ? അല്ലാഹ്. രണ്ടാളും കൂടി ആ മുണ്ടാതെ ക്ഷമിക്കുന്നവരുടെ കൂടെയാണ് അല്ലാഹു. ആൾക്കാരുടെ കൂടെ ഉണ്ടാകുക ചീത്താറിന്റെ ആൾക്കാർ പറയാം, അവനെ ഉഷാറ്, അവൻ വർത്തമാനം പറഞ്ഞിട്ടില്ല, മറ്റങ്ങനെ അങ്ങനെ വരും മുണ്ടാതിക്കുക, അവന്റെ അടുത്തായി തെറ്റ് എന്നൊക്കെ ആൾക്കാർ പറയും. അല്ലാഹു ക്ഷമിക്കുന്നവന്റെ കൂടെയാണ്. ഭാര്യയും ഭർത്താവും തമ്മിൽ അടിയുണ്ടായി. ഭാര്യ നല്ല ചീത്തറുണ്ട്, മൂപ്പര് മുണ്ടാതെ അങ്ങനെ കുത്തിക്കലുണ്ട് അല്ലേ? കുടുംബത്തിൽ ഉമ്മ കണ്ടു. ആരെ? പുതിയാപ്പളുടെ ഉമ്മ കണ്ട എന്താ പറയാ? അവന്റെ പോട്ട, മണുങ്ങേ, മങ്കൂസേ, എന്താ പറയല്? മങ്കൂസാന്നൊക്കെ പറയും. എന്നാ ആ ഭർത്താവിന്റെ കൂടെയാണ് അല്ലാഹു. ഇതെല്ലായിടത്തും ബാധക. ആ ഭർത്താവിന്റെ കൂടെ അല്ലാഹു. ഓനൊരു പെങ്കൂസനാ, ഓനൊന്നും മുണ്ടാതിരിക്കണ്ടില്ലേ? അങ്ങനല്ല. ക്ഷമിക്കുന്നവൻ ആരാ? അവന്റെ കൂടെ അല്ലാഹു. ഒരു ഭർത്താവ് ദുസ്വഭാവിയാണ്, ഭാര്യയെ വല്ലാതെ വഴക്ക് പറയുന്നു, അടിക്കുന്നു, ചീത്ത വിളിക്കുന്നു. ഈ പെണ്ണ് സാധു ഒന്നും കൊണ്ടൂല. എന്നാ ഈ പെണ്ണിന്റെ കൂടെയാണ് അല്ലാഹു. ശരിയല്ലേ? ചില ആൾക്കാരെ കയ്യിനേക്കാളും വലിയ നീളാണ് ചില പെണ്ണുങ്ങളെ നാവിന്. അങ്ങനത്തെ പെണ്ണുങ്ങളൊന്നും ഇവിടെ ഇല്ലല്ലോ. ഉണ്ടെന്നോ? ചില പെണ്ണുങ്ങൾക്ക് അങ്ങനെ നീളാന്നാവില്ല. പിന്നെ വേറെ ചില പെണ്ണുങ്ങൾ എത്രയാലും സ്വന്തം പുതിയാപ്പിളാരെ അംഗീകരിക്കാന്നുള്ള ഉൾക്കാണ്ടാനും അങ്ങണ്ട്.
പിന്നെ ചില ആണുങ്ങളുണ്ട്, ഓലെ വിചാരം എന്താ, ഉസ്താദേ എന്നെ ഓക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല, അന്നെ എന്താന്ന് മനസ്സിലാണ്ടേ, ഞാൻ വലിയ പഞ്ചായത്ത് പ്രസിഡന്റൊക്കെ അല്ലേ ഇവിടുത്തെ, എന്നാ ഓള് മനസ്സിലാക്കണ്ടേ, ഓള് മനസ്സിലാക്കൂല, ഓള് മനസ്സിലാക്കിയ ഓളെ ഭർത്താവാണ്, അതാണല്ലോ മനസ്സിലാക്കുന്നത്. ഭാര്യ എപ്പോഴും നമ്മളെ കുറിച്ച് മനസ്സിലാക്കൽ അങ്ങനെ. ചിലരൊക്കെ പറയില്ല ഓൾ എന്നെ മനസ്സിലാക്കില്ല, ഓൾ എത്രയോ പ്രശ്നങ്ങൾ വരല്ലേ ഈ വിവാഹവുമായിട്ട് ബന്ധപ്പെട്ട കുടുംബജീവിതമായിട്ട്, എപ്പോഴും പറയാം ഓൾ എന്നെ മനസ്സിലാക്കില്ല ഉസ്താദേ, എന്നാ നേരെ തിരിച്ചാ ചെയ്യേണ്ടത്. പെണ്ണിനെ അങ്ങനെ ചെയ്യുന്നത്, പെണ്ണിനെ ആണ് മനസ്സിലാക്കാൻ ചെയ്യേണ്ടത്. പെണ്ണെപ്പോഴും ആണങ്ങനെ മനസ്സിലാക്കിയുള്ളൊന്നുമില്ല. അങ്ങനെ പണ്ടൊരു വലിയ ഉണ്ടായി, ഇയാൾ ഭയങ്കര കറാമത്തൊക്കെ കാണിക്കണം. ഇങ്ങനെ പറക്കൊക്കെ ചെയ്യും, അന്തരീക്ഷത്തിലുള്ള പറക്കൊക്കെ ചെയ്യും. ആൾക്കാരൊക്കെ പറയും എൻ്റെ ഭർത്താവ് ഭയങ്കര വലിയാണ്, ഭയങ്കര കറാമത്തൊക്കെ കാണിക്കണാണ്. അപ്പൊ 36 പറയും മൂപ്പരല്ലേ അറിയാലോ, അങ്ങനെ പറയാം, മൂപ്പരോ അറിയാലോ, അല്ലടി നിങ്ങൾ പറഞ്ഞ സത്യം എന്നൊക്കെ. ഇയാളിത് കേട്ടപ്പോ ഇവിടെ അംഗീകരിക്കില്ലാന്ന് തോന്നി, ഇയാൾക്കൊന്ന് തോന്നി അവൻ ഓൾക്കൊന്ന് കാണിച്ചു കൊടുക്കണം. അങ്ങനെ ഓളൊരു ദിവസം മുറ്റങ്ങനെ അടിക്കുന്ന സമയത്ത് മൂപ്പര ഓള ആ പരിസരത്ത് നിന്ന് ഒരൊറ്റ പറക്കല് പറഞ്ഞിട്ട് പെട്ടെന്ന് അവളിങ്ങനെ ശ്രദ്ധിക്കണം. ഇവള് ശ്രദ്ധിച്ചു നോക്കുമ്പോൾ ഒരു മനുഷ്യൻ ഇങ്ങനെ പറക്കണം ആകാശത്തിലൂടെ. ഇവളിങ്ങനെ അടിച്ചു വാരുന്ന ചൂലൊക്കെ എടുത്തിട്ട് ഇങ്ങനെ നോക്കി അവസാനം ചൂലൊക്കെ കൈമന്ന് വീണുപോയി. ചില ആൾക്കാരങ്ങനെ, ചില പെണ്ണുങ്ങളെ ചൂലൊക്കെ കൈമന്ന് വീണു എന്ന് മനസ്സിലായി. എവിടുന്ന് നമ്മളീ മൂർക്കം പറമ്പെന്ന് ഫ്ലൈറ്റ് പോയപ്പോൾ. ഇപ്പോഴും ഉണ്ട് ചില മനുഷ്യന്മാർ ഫ്ലൈറ്റൊക്കെ കാണാത്ത മര്യാദ ഇങ്ങനെ നോക്കണം. ഈയിടെ ഞാനൊരു സ്ഥലത്ത് വേല പറയാൻ പോയപ്പോൾ ഒരു ഒച്ചാട്ടപ്പുണ്ട്, എല്ലാവരും കൂടി മേപ്പോട്ട് നോക്കണം, തീരെ ഫ്ലൈറ്റൊക്കെ കാണാത്ത മര്യാദ. അങ്ങനെ ഉണ്ട്. നമ്മളെ ഡ്രൈവർ ഉണ്ട് ഹുസൈൻ കാക്ക, മൂപ്പരാ കൂട്ടത്തിൽ കണ്ണൂർ എയർപോർട്ടിന്റെ മഹത്വമൊക്കെ ഇങ്ങനെ പറയുമ്പോൾ മൂപ്പർ ലോകത്ത് വേറെ എയർപോർട്ടൊക്കെ ഇല്ലാത്ത മാതിരി വർത്തനം ഒക്കെ നല്ലതാണ്. അൽഹംദുലില്ലാ. കണ്ണൂരാകുമ്പോൾ ഇൻക്കും അതിലെ അഭിമാനം സന്തോഷിക്കുകയൊക്കെ ചെയ്യാലോ. ജന്മം കൊണ്ട് മലപ്പുറക്കാരനാണെങ്കിലും ഒരുപാട് കാലമായിട്ടില്ല കണ്ണൂർ, 10-18 കൊല്ലായി. നിങ്ങളെ കുറ്റം പറയാനൊന്നും തോന്നണ്ട. ഈ പെണ്ണിങ്ങനെ ചൂലൊക്കെ കയ്യിൽ നിന്ന് വീണു, ഇയാൾ ഇങ്ങനെ പറക്കണം, ഇങ്ങനെ നോക്കി കുറേ സമയം കഴിഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞിട്ട് മറന്നുപോയി. ഈ പെണ്ണുങ്ങൾ ചൂലെടുത്ത് രണ്ടാമത് ഇങ്ങനെ അടിക്കുമ്പോൾ ഓ പറക്കണ മനുഷ്യനോ, അങ്ങനൊക്കെ മനുഷ്യന്മാരുണ്ട്, ഇങ്ങനത്തെ കറാമത്തൊക്കെ കാണിക്കും ആൾക്കാർ എന്നൊക്കെ ചോദിച്ചു. ഇങ്ങനെ പോണ സമയത്ത് മൂപ്പര് ഇങ്ങനെ ബാക്കിൽ വന്ന് ഇങ്ങനെ ഇതെന്തായി പറയണെന്ന് ചോദിച്ചു. മൂപ്പര് ബാക്കിൽ വന്നിട്ടേ മൂപ്പര് പറന്ന് വന്ന് ആളെന്ന് ബാക്കിൽ എന്താ ഈ പറയണെന്ന് ചോദിച്ചു. അല്ല ഞാനൊരു അത്ഭുതം കണ്ടത്. എന്താ കണ്ടതെന്ന് ചോദിച്ചു. ഒരു മനുഷ്യൻ ഇങ്ങനെ അന്തരീക്ഷത്തിലൂടെ ഇങ്ങനെ പറക്കണ കണ്ടത്. ഞാൻ പല കറാമത്തും കേട്ടിട്ടുണ്ട്, പറക്കാന്നുള്ള കറാമത്തൊന്നും ഞാൻ കണ്ടിട്ടില്ല, ഞാൻ ആദ്യമായിട്ട് കാണാം. ഓ വല്ലാത്തൊരു വലിയ തന്നെ ഔലി തന്നെ എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇയാൾ ചോദിച്ചു ആരാണാ പറഞ്ഞത് നമുക്ക് മനസ്സിലായെന്ന് വെച്ചു. ഇല്ലാന്നോ, ഞാനാണാ പറഞ്ഞത്. നിങ്ങളാ പറഞ്ഞേ? അതന്നെയാണ് ആ പറക്കണ സമയത്ത് ഒരു ഭാഗത്തേക്ക് ഇങ്ങനെ ചെരിഞ്ഞത്. അപ്പൊ പുതിയ അപ്പളാണ് കണ്ടപ്പോ ഓളത് അംഗീകരിക്കാൻ തയ്യാറായില്ല. ക്ഷമിക്കുന്നവർക്ക് കൂലിയുണ്ട് എന്നറിയിക്കണം യാ റസൂലല്ലാഹ്. ക്ഷമിക്കുന്നവർക്ക് സന്തോഷമുണ്ടെന്ന് അറിയിക്കണം നബിയേ. എങ്ങനെ ക്ഷമിക്കണ്ടേ പ്രയാസം വരുമ്പോ? അല്ലദീന ഇദാ അസ്വാബതുഹും മുസീബ, വല്ല പ്രയാസവും പരീക്ഷണവും അവർക്ക് വന്നാൽ ഖാലൂ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. പരീക്ഷണങ്ങൾ വന്നാലും പ്രയാസങ്ങൾ വന്നാലും ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് പറയുന്ന ആളുകളാണ്. ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം റഹ്മ എന്നാണ് ഇതിന്റെ അർത്ഥം. ഞങ്ങൾ അല്ലാഹുവിനുള്ളവരാണ്, അല്ലാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ്. ഏത് പരീക്ഷണം വരുമ്പോഴും അങ്ങനെ പറയുന്ന ആളുകൾ, ഇതൊക്കെ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്നാണ് എന്ന് ചിന്തിക്കുന്ന ആളുകൾ, ഉലൈക അലൈഹിം സ്വലവാതും മിർ റബ്ബിഹിം റഹ്മ, അവർക്ക് അല്ലാഹുവിൽ നിന്നുള്ള സമാധാനം ലഭിക്കുമെന്ന് അല്ലാഹു വറഹ്മ, കാരുണ്യവും ലഭിക്കുമെന്ന് അല്ലാഹു. അങ്ങനെ പറയുന്ന ആളുകൾക്ക് അല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് സമാധാനം കിട്ടുമെന്ന്. മഹാനായ, ഞാൻ അവസാനിപ്പിച്ചോട്ടെ, സമസ്ത കേരള ജമീഅത്തുൽ ഉലമായുടെ വൈസ് പ്രസിഡന്റായിരുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ട ഉസ്താദായിരുന്ന മഹാനായ സി.എച്ച്. ഹൈദറോസ് മുസ്ലിയാർ നമ്പർ അല്ലാഹു മർഖദ, മഹാനായ സി.എച്ച്. ഹൈദറോസ് മുസ്ലിയാർ നമ്പർ അല്ലാഹു മർഖദ ഉസ്താദ് അവർകളുടെ 30 കൊല്ലം മുമ്പ് ഉസ്താദ് അവർകളുടെ 4000 ഉറുപ്പിക കളഞ്ഞുപോയി. ഹനീഫ് ക 30 കൊല്ലം മുമ്പ് 4000 ഉറുപ്പിക എന്ന് പറഞ്ഞാൽ ഏകദേശം ഇന്നത്തെ മൂല്യത്തിൽ ഉണ്ടാവും. 30 കൊല്ലം മുമ്പ് 4000 ഉറുപ്പിക എന്ന് പറഞ്ഞാൽ എന്തായാലും ഇപ്പൊ 40,000 ഉറുപ്പിന്റെ വാല്യൂ എന്തായാലും ഉണ്ടാവും.
ഒരു 40,000 റുപ്യ ഒരാളെ കളഞ്ഞു പോയത് ആലോചിച്ചു ഉസ്താദിന്റെ പൈസ പോയി. അപ്പൊ ഞങ്ങളോട് കുട്ടികളോട് പറഞ്ഞു എന്റെ പൈസ കാണില്ലല്ലോ. അപ്പൊ ഞങ്ങളിങ്ങനെ ആടിമടിയൊക്കെ തരാൻ തുടങ്ങി, കണ്ടില്ല. പിന്നെ ഉസ്താദിനോട് ഉസ്താദ് ഏത് ബസ്സിലാ പോകുന്നത്, ബസ് എന്നിട്ട് പോക്കടിച്ചു ചോദിച്ചോ, ബസ്സിലിട്ട് കൊഴിഞ്ഞു പോയി നമുക്ക് ചോദിച്ചു നോക്കാൻ തന്നെ പറഞ്ഞു. അത് ഞാൻ അന്വേഷിക്കൊന്നും ചെയ്യണ്ട, ഞാൻ എടുത്തോന് സ്വതക്കയായി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞ വാക്കെന്താ അറിയും, അത് ഞാനാണെങ്കിലും അരിയും വെളിച്ചെണ്ണ ഗോതമ്പ് പപ്പടം ഇതൊക്കെ വാങ്ങാൻ ചെയ്യാം, എടുത്തോന് ഓന്റെ വീട്ടിൽ അരിയും വെളിച്ചെണ്ണയും പപ്പടമൊക്കെ വാങ്ങല്ലേ ചെയ്യാം. അപ്പൊ ഓന് സ്വതക്കയായി കൊടുക്കാം. ഇനിയിപ്പോ ഓനെ അത് എടുത്തു പോയതിന്റെ പേരിൽ അള്ളാന്റെ അടുത്ത് പോയി അയാൾ അയിമേൽ കുടുങ്ങി പോണ്ട, അയാൾ നിന്റെ ഒരു 4,000 റുപ്യ കൊണ്ട് പഠിച്ചോന്റെ അടുത്ത് കുടുങ്ങേണ്ട അവസ്ഥ വേണ്ട, ഞാൻ അയാൾക്കത് പൊരുത്തപ്പെട്ടു കൊടുത്തിരിക്കുകയാണ്. അപ്പൊ മനസ്സിന് എന്താ തോന്നാ? അപ്പൊ മനസ്സിന് എന്ത് തോന്നും? സന്തോഷം. എന്നാ ഒരാള് 4,000 റുപ്യ പോയി എന്ന് വിചാരിക്കുക. അപ്പൊ അവിടെ ഇയാള് 3 പെറ്റുമ്മാന്റെ മക്കാമിലേക്ക് നേർച്ചാക്കി 500 റുപ്യ എടുത്തോന്റെ കൈ പുയ്യി വെച്ചിട്ട് എന്റെ മുമ്പിൽ ഒന്ന് കാണണം. പിന്നെ ഓന്റെ അവസ്ഥ എന്താവും? എപ്പോഴും അടങ്ങാറ്, പറച്ചോൻ എന്റെ 4,000 പോയി. പിന്നെ വരുന്ന ആൾക്കാരെ കയ്യുമൊക്കെ നോക്ക്, എന്താ ഓന്റെ കൈ പുയ്യി വെച്ചു, അസ്വസ്ഥനാണ്. ഞാൻ മഥരൻ ഒരു ഉദാഹരണം പറഞ്ഞ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون أولئك عليهم صلوات من ربهم ورحمة وأولئك هم المفلحون. അവർക്കാണ് സഹായം, അള്ളാഹുവിന്റെ ഭാഗത്തുനിന്ന് സമാധാനം, അവരാണ് വിജയികൾ. ഏത് പരീക്ഷണം, പല കോലത്തിലും പരീക്ഷണമുള്ള ഈ സദസ്സിലുണ്ടാവും. ഒരു കോലത്തിൽ അല്ലെങ്കിൽ വേറെ കോലത്തിലും അവരെന്നു മുതൽ മനസ്സിലാക്കേണ്ടതാണ് അഖണ്ഡ റബ്ബിന്റെ ഭാഗത്തുനിന്ന്. 23 വയസ്സായി കുട്ടിക്ക്, പെൺകുട്ടിക്ക് 18 വയസ്സാകുമ്പോൾ പുതിയാപ്പിള്ളാര് കാണാൻ വരാൻ തുടങ്ങി. ഇതുവരെ കല്യാണം ശരിയായിട്ടില്ല. അതെ, ഭയങ്കര പ്രയാസപ്പെടുന്നു ചെയ്യണ്ട, എന്റെ റബ്ബൊന്ന് കണക്കാക്കിയിട്ടുണ്ട്, ആ എത്തിയാ നടക്കും, അപ്പൊ സമാധാനം ഉണ്ടാവും. ഇല്ലെങ്കിലോ ഉറങ്ങിയ ഉറക്ക് വരുന്നില്ല. ഇയാൾ കുറെ വലത്തേ ഭാഗത്തേക്ക് തിരിഞ്ഞിടന്നു, എന്നിട്ട് കുറെ കഴിഞ്ഞിട്ട് ഇടത്തേ ഭാഗത്തേക്ക് തിരിഞ്ഞു, എന്നിട്ട് പിന്നെ കുറെ മലിന് കിടന്നിട്ട് രാത്രി 1 മണിയായിട്ട് മുമ്പ് ഉറങ്ങിയിട്ടില്ല. അസ്വസ്ഥത, സമാധാനം കിട്ടൂല, സമാധാനമുണ്ടാവുകയില്ല. നമ്മൾ ചെയ്യേണ്ട പണി നമ്മൾ ചെയ്യേണ്ടുള്ളൂ, ബാക്കി റബ്ബ് ചെയ്യേണ്ടതാണ്. അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള പരീക്ഷണങ്ങളാണ് എന്ന് മനസ്സിലാക്കുക, എന്നിട്ട് ക്ഷമിക്കുകയാണ് ചെയ്യേണ്ടത് എന്ന് ഖുർആൻ. ക്ഷമിച്ചവർക്ക് സന്തോഷമുണ്ട് എന്ന് പുണ്യനബി ഹദീഥൂടെ പറഞ്ഞോട്ടെ. ഞാൻ പറഞ്ഞ 10:15 പ്രസംഗം നിർത്തുന്ന, അപ്പൊ നിർത്തും ഞാൻ, 2 മിനിറ്റ് കൂടെ. ഒറ്റ ഹദീത്ത്, മഹാനായ നബിയുനാ റസൂലുള്ളാഹി നബിയുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ഇദാ അഹബ്ബല്ലാഹു അബദാ, അല്ലാഹു ഒരടിമയെ ഇഷ്ടപ്പെട്ടാൽ, കേൾക്കണ്ട അതാ ബല കേൾക്കണ്ട, ഈ ബലത്തെ ഭാഗത്ത് മറന്റെ അപ്പുറത്ത് ഇരിക്കണല്ലേ ഓല, അത് കേൾക്കണ്ട, നിങ്ങളും കേൾക്കണം, ഒരു നല്ല കേൾക്കണം. ഇദാ അഹബ്ബല്ലാഹു അബ്ദ, വല്ല രോഗിന്റെ അടുത്തൊക്കെ വല്ല രോഗം കാണാൻ പോയാൽ എന്താ പറയാ, ക്യാൻസറാന്ന് വിചാരിച്ചോളി, ഇവിടെ ഇങ്ങനെ, അല്ലെങ്കിൽ ഒരു വയറുവേദന ചെന്നപ്പോ പറഞ്ഞൊരു വയറുവേദന ഉണ്ട്, എവിടെ എനിക്ക് വേദന, ഇവിടെ അവിടെ ഞാൻ പേടിക്കണം കേട്ടോ, എന്റെ കുടുംബത്തിലൊരു പെണ്ണിന് അങ്ങനെ ഒരു വേദന വന്നിട്ട് പിന്നെ നോക്കുന്ന സമയത്ത് 4th സ്റ്റേജ് എത്തിയ ക്യാൻസർ ചെയ്യുന്നു, അപ്പൊ തന്നെ അവള് പൗതി കൊഞ്ഞു പോയിട്ടുണ്ടാവും. ഇദാ അഹബ്ബല്ലാഹു അബ്ദാ, അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ, സബ്ബ അലൈഹിൽ ബലാഅ സബ്ബാ, അല്ലാഹു അയാളുടെ മേൽ ബലാഅകൾ ഇങ്ങനെ ചൊരിഞ്ഞു കൊടുക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി. സബ്ബ അലൈഹിൽ ബലാഅ സബ്ബാ, ബലാ ഇങ്ങനെ ചൊരിഞ്ഞു ഇദാ അഹബ്ബല്ലാഹു അബ്ദാ, അല്ലാഹു ഒരാളെ ഇഷ്ടപ്പെട്ടാൽ, സബ്ബ അലൈഹിൽ ബലാഅ സബ്ബാ, അല്ലാഹു അയാളുടെ മേൽ പരീക്ഷണങ്ങൾ ഇങ്ങനെ ചൊരിഞ്ഞു കൊടുക്കും. അപ്പോഴാ ഭർത്താവ് ആക്സിഡന്റ് ആയി കാല് മുറിഞ്ഞത്, അപ്പോഴാ കേൾക്കുന്നത് ദുബായിലെ അറബി പുതിയാപ്പളിന്റെ കട പിടിച്ചെടുത്തത്, അപ്പോഴാ മറ്റേ മോനെ പഠിക്കണോടത്തുനിന്ന് വീണിട്ട് കാല് പൊട്ടി നീക്കണത്. പഠിച്ചോനെ എന്തൊരു മുസീബത്താ റബ്ബേ ഇത്, ആരാ ഞങ്ങളെ പിന്നിൽ കൂടോത്തരയിട്ട് നടക്കണത്, എന്ത് കണ്ടാലും കൂടോത്തരെന്ന് ചിന്തിക്കണ മനുഷ്യന്മാര്.
എന്നിട്ട് പിന്നെ കണയന്റെ അടുത്ത് പോയി നോക്കും, പണയന്റെ അടുത്ത് പോയി നോക്കും, പാണന്റെ അടുത്ത് പോയി നോക്കും. ഇതൊക്കെയാണ് ഇദാ അഹബ്ബല്ലാഹു അബ്ദാ. വിശ്വാസല്ലേ പെങ്ങളെ? ഇദാ അഹബ്ബല്ലാഹു അബ്ദാ, അല്ലാഹു ഒരടിമയെ ഇഷ്ടപ്പെട്ടാൽ സബ്ബ അലൈഹിൽ ബലാഅ സബ്ബാ, അയാളുടെ മേൽ അല്ലാഹു പരീക്ഷണങ്ങൾ ഇങ്ങനെ വാരിക്കോരി ചൊരിയുന്നതാണ്. ഞാൻ പാനൂരിനാ വരുന്ന ഞങ്ങളോട് അവിടെ ഉള്ളൊരു പെണ്ണ്, ഞാൻ അറിയുന്ന ഒരു കുടുംബത്തിലെ പെണ്ണാണ്. 20 കൊല്ലായി 25 കൊല്ലായി ഷുഗർ, 2 കിഡ്നി പോയി. ഇപ്പൊ ഇന്ന് കോഴിക്കോട് ബേബിയിൽ നിന്ന് കാലിന്റെ ഒരു വിരൽ പഴുത്തിട്ട് മുറിക്കുകയും ചെയ്തു. എന്നോട് പറഞ്ഞു പ്രഷറുണ്ട്, ഷുഗറുണ്ട്, എല്ലാം കുണ്ടാമണ്ടിയുണ്ട്, കാലും മുറിച്ചു, കിഡ്നിയും പോയി. സബ്ബ അലൈഹിൽ ബലാഅ സബ്ബാ. ആ സമയത്ത് മുഅ്മിനായ മനുഷ്യനാണെങ്കിലോ അയാൾ ക്ഷമിക്കുകയും പ്രതിഫലം ആഗ്രഹിക്കുകയും ചെയ്യും. ആ സമയത്ത് അല്ലാഹു അയാളുടെ ദോഷങ്ങൾ മുഴുവൻ പുറത്തു കൊടുക്കും. അങ്ങനെ ക്ഷമിക്കുന്നത് കാരണം അല്ലാഹു ദോഷങ്ങൾ മുഴുവൻ പുറത്തു കൊടുക്കുകയും ഹത്താ യഖ്റുജ നഖിയ്യൻ മിനദ്ദുനൂബ്, ഒരു ദോഷവുമില്ലാത്ത ശുദ്ധനായ അയാൾ മാറുമെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇവിടുത്തെ ജീവിതം തന്നെ ആകെ 10-20 കൊല്ലല്ലേ പോയതറിയില്ല. അങ്ങനെ ഒരു 10-60 കൊല്ലം അവിടെ അനന്തമായ ജീവിതം. അവിടെ സുഖാണെങ്കിൽ അതിനല്ലേ നമ്മൾ പ്രാധാന്യം കൊടുക്കേണ്ടത്. അതുകൊണ്ട് പരീക്ഷണങ്ങൾ വന്ന ആരും വിഷമിക്കണ്ട, അള്ളാഹു നമ്മോടൊപ്പമുണ്ട്. അള്ളാഹു പകരം തരും, ക്ഷമിച്ചവർക്ക് അള്ളാഹു പകരം തരും. അതുകൊണ്ട് സമാധാനിക്കണം, ക്ഷമിക്കണം എന്ന് പറയാനാ ഈ വിഷയത്തിന്റെ തലക്കെട്ട് കൊടുത്തത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.